ഓം ഗണാനാം ത്വാ ഗണപതിഗം ഹവാമഹേ കവിം കവീനാമുപമശ്രവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്പദ ആനശൃണ്വന്നോതിഭിः സീദസാദനം. ഓം ശ്രീ മഹാഗണപതയേ നമഃ. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. വാഗീശാദ്യാ സുമനസഃ സർവാർത്ഥാനാമുപക്രമേ യം നത്വാ കൃതകൃത്യാ സ്യുഃ തം നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിഃ സ്ഫടികമണിമയീം അക്ഷമാലാം ദദാനാ ഹസ്തേനൈകേന പദ്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദുശങ്കസ്ഫടികമണിനിഭാ ഭാസമാനാ സമാനാ സ്വാമേവാഗ്ദേവദേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. വാൽമീകേർമുനിസിംഹസ്യ കവിതാവനചാരിണഃ ശൃണ്വൻ രാമകഥാനാദം കോ നയാതി പരാംഗതിം. യഃ പിബൻ സതതം രാമചരിതാമൃതസാഗരം അതൃപ്തസ്തം മുനിം വന്ദേ പ്രാചേതസമകൽമഷം. ഗോഷ്പദീകൃതവാരാശിം മശകീകൃതരാക്ഷസം രാമായണ മഹാമാലാരത്നം വന്ദേ അനിലാത്മജം. അഞ്ജനാനന്ദനം വീരം ജാനകീശോകനാശനം കപീശം അക്ഷഹന്താരം വന്ദേ ലങ്കാഭയങ്കരം. ഉല്ലംഘ്യ സിന്ധോസലിലം സലീലം യശോകവന്യം ജനകാത്മജായാഃ ആദായ തേനൈവ ദദാഹ ലങ്കാം നമാമി തം പ്രാഞ്ജലിരാഞ്ജനേയം. ആഞ്ജനേയമതിപാടലാനനം കാഞ്ചനാദ്രികമനീയ വിഗ്രഹം പാരിജാതതരുമൂലവാസിനം ഭാവയാമി പവമാനനന്ദനം. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. യഃ കർണാഞ്ജലി സംബുഢൈരഹരഹർ സമ്യക് പിബത്യാദരാത് വാൽമീകേർവദനാരവിന്ദഗളിതം രാമായണാഖ്യം മധു. ജന്മവ്യാധിജരാവിപത്തിമരണൈഃ അത്യന്തസോപദ്രവം സംസാരം സവിഹായ ഗച്ഛതി പുമാൻ വിഷ്ണോഃ പദം ശാശ്വതം. തതുപഗത സമാസ സന്ധിയോഗം സമമധുരോപനതാർത്ഥവാക്യബദ്ധം രഘുവരചരിതം മുനിപ്രണീതം ദശശിരസശ്ച വധം നിശാമയധ്വം. വാൽമീകിഗിരിസംഭൂതാ രാമസാഗരഗാമിനീ
പുനാദിഭുവനം പുണ്യ രാമായണ മഹാനദീ ശ്ലോകസാരജലാകീർണം സർഗകല്ലോല സങ്കുലം കാണ്ഡഗ്രാഹമഹാമീനം വന്ദേ രാമായണർണവം വേദവേദ്യേ പരേ പുംസി ജാതേ ദശരഥാത്മജേ വേദഃ പ്രാചേതസാദാസീത സാക്ഷാത് രാമായണാത്മനാ വൈദേഹി സഹിതം സുരദ്രുമതലേ ഹൈമേ മഹാമണ്ഡപേ മധ്യേ പുഷ്പകമാസനേ മണിമയേ വീരാസനേ സുസ്ഥിതം അഗ്രേ വാചയതി പ്രഭഞ്ജനസുതേ തത്വം മുനിഭ്യഃ പരം വ്യാഖ്യാന്തം വരദാദിഭിഃ പരിവൃതം രാമം ഭജേ ശ്യാമളം വാമേ ഭൂമിസുതാ പുരശ്ച ഹനുമാൻ പശ്ചാത് സുമിത്രാസുതഃ ശത്രുഘ്നോ ഭരതശ്ച പാർശ്വദളയോഃ വായുവാദികോണേഷു ച സുഗ്രീവശ്ച വിഭീഷണശ്ച യുവരാജ് താരാസുതോ ജാംബവാൻ മധ്യേ നീലസരോജ കോമളരുചിം രാമം ഭജേ ശ്യാമളം നമോസ്തു രാമായ സലക്ഷ്മണായ ദേവ്യൈ ച തസ്യൈ ജനകാത്മജായൈ നമോസ്തു രുദ്രേന്ദ്രയമാനിലേഭ്യഃ നമോസ്തു ചന്ദ്രാർക്കമരുദ്ഗണേഭ്യഃ ഓം ശ്രീ സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്ര സ്വാമിനേ നമഃ. ഓം ശ്രീ ആഞ്ജനേയ സ്വാമിനേ നമഃ. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഇന്ന് കർക്കിടക മാസം 1-ാം തീയതി, രാമായണ മാസം ആരംഭിക്കുന്നു. എല്ലാവർക്കും രാമായണ മാസ ആശംസകൾ. കർക്കിടക മാസം മഴ പെയ്തില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ അല്ലേ? അപ്പൊ നല്ലോണം പെയ്യട്ടെ. പണ്ട് ഈ മഴയുടെ ഇതായതുകൊണ്ട് ആർക്കും പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാത്ത കാലം തന്നെയായിരുന്നു കർക്കിടകം. ആ ഒരു ജോലിക്ക് പോകാൻ പറ്റാതെ ദാരിദ്ര്യത്തിന്റെ പഞ്ഞക്കർക്കിടകം അല്ലേ? അപ്പൊ ആ പഞ്ഞക്കർക്കിടകത്തെ തരണം ചെയ്യാനായിക്കൊണ്ട് നമ്മുടെ പൂർവികർ ഭഗവത് ചിന്തയോടുകൂടെ കഴിഞ്ഞിരുന്ന മാസം തന്നെയാണ് ഈ കർക്കിടക മാസം. വിശേഷമായിട്ടും മിഥുനമാസം അവസാന ദിവസം ഗൃഹമെല്ലാം ശുദ്ധി ചെയ്ത് ഗൃഹത്തിലുള്ള സകല അഴുക്കുകളും ദൂരേക്ക് കളഞ്ഞ് ചേട്ടയെ അല്ലെങ്കിൽ ജ്യേഷ്ഠ ഭഗവതിയെ ദൂരേക്ക് ആട്ടിക്കളഞ്ഞ് ശ്രീ ഭഗവതിയെ ഗൃഹത്തിലേക്ക് വരവേറ്റ് ആ ശ്രീ ഭഗവതിയെ മച്ചിലോ അല്ലെങ്കിൽ പൂമുഖത്തോ എവിടെയാണെച്ചാൽ ഓരോരുത്തരുടെയും ആ ഗൃഹത്തിലെ സൗകര്യം പോലെ കുടിയിരുത്തി ദിവസവും ആ ശ്രീ ഭഗവതിയെ പൂജിക്കുക. കഴിവുള്ളവരുടെ ഗൃഹങ്ങളിലൊക്കെ ദിവസവും രാവിലെ ഗണപതി ഹോമവും വൈകുന്നേരം ഭഗവതി സേവയും ഒക്കെ ചെയ്തു വരുന്നുണ്ട്.
അപ്പോൾ അനാദികാലം മുതൽക്ക് നമ്മുടെ കേരളത്തില് കർക്കിടക മാസം ഈശ്വരാരാധനയ്ക്ക് വേണ്ടി വിശേഷമായിട്ട് നീക്കിവെച്ചിരിക്കുന്ന ഒരു മാസമാണ്. ഗണപതി ഹോമവും ഭഗവതി സേവയും, അതല്ലെങ്കിൽ ദേവീ മാഹാത്മ്യ പാരായണം, ലളിതാ സഹസ്രനാമ പാരായണം, അങ്ങനെ വിവിധ പാരായണങ്ങൾ, അതുപോലെ പുരാണങ്ങൾ, ഭാഗവതം അല്ലെങ്കിൽ രാമായണം, ഇതെല്ലാം വിശേഷമായിട്ട് സപ്താഹങ്ങളായിട്ടും നവാഹങ്ങളായിട്ടും ഒക്കെ ഈ കർക്കിടക മാസത്തിൽ നടത്തും. അങ്ങനെ ഭക്തി നിർഭരമായി ഭഗവാനെ ഭജിച്ച് അല്ലെങ്കിൽ ഭഗവതിയെ ഭജിച്ച് കഴിച്ചു കൂട്ടുന്നു. ശൂന്യമാസമാകുമ്പോഴേക്കും ഐശ്വര്യത്തിന്റെ, സമൃദ്ധിയുടെ, ഓണത്തിന്റെ നാളുകളായി അതിനുവേണ്ടി കാത്തിരിപ്പാണ്. ഒരു തപസ്സിന്റെ കാലമാണ് ഈ ഒരു കർക്കിടക മാസം. അപ്പോ കേരളത്തില് അധ്യാത്മരാമായണം എല്ലാ ദിവസവും പാരായണം ചെയ്യുന്ന ഗൃഹങ്ങൾ ധാരാളം പണ്ടേ ഉണ്ട്. എല്ലാ ദിവസവും പാരായണം ചെയ്യുന്ന ഗൃഹങ്ങൾ. അത് കാലക്രമേണ കുറഞ്ഞു വന്നു. തലമുറകൾ മാറി വരുംതോറും ശ്രദ്ധ നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ സമയക്കുറവ് കൊണ്ട്, പല എൻഗേജ്മെന്റുകൾ കൊണ്ട് എല്ലാം കുറഞ്ഞു വന്നപ്പോഴാണ് രാമായണത്തെ കൂടുതൽ ഗൃഹങ്ങളിലേക്ക് ഉറപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഗുരുവര്യന്മാരായിട്ടുള്ള മഹാത്മാക്കൾ ആലോചിച്ച് ഈ കർക്കിടക മാസത്തെ രാമായണ മാസമാക്കി ആചരിക്കാനായിട്ട് ഒരു ഒരു വിശാല ഹിന്ദു സമ്മേളനം എറണാകുളത്ത് 1982 കൂടി. അതിൽ സ്വാമി ചിന്മയാനന്ദജി, അതുപോലെ സ്വാമി സത്യാനന്ദ സരസ്വതി മഹാരാജ്, അതുപോലെ സംഘ പരിവാറിലെ പി പരമേശ്വർജി, മാധവ്ജി, ഇങ്ങനെ അനേക മഹാത്മാക്കൾ ഒന്നിച്ചു കൂടിയാണ് കേരളത്തോട് ആഹ്വാനം ചെയ്തത് ഈ കർക്കിടക മാസം നമുക്ക് എല്ലാവർക്കും രാമായണ മാസമായി ആചരിക്കണമെന്ന്. അന്ന് അതിനെ പരിഹസിച്ച് നിന്ദിച്ചവർ പോലും ഇന്നിപ്പോ രാമായണ മാസം, കർക്കിടക മാസം ആകുമ്പോഴേക്കും അതിനെ വലിയ ബിസിനസ്സായിട്ട് തന്നെ മാറ്റിയിട്ടുണ്ട്, അല്ലെ? അന്നത്തെ പത്രമാധ്യമങ്ങള് ഇന്നിപ്പോ രാമായണം വിൽപ്പന ചെയ്യുന്ന ഏറ്റവും വലിയ സ്ഥാപനങ്ങളായി മാറിയിട്ടുണ്ട്. അപ്പോ ജനങ്ങളെല്ലാം ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ ജനങ്ങളുടെ കൂടെ വരാതിരിക്കാൻ നിവൃത്തിയില്ലാതായി ഈ മാധ്യമങ്ങൾക്കും. അങ്ങനെ ഇപ്പോ ഇന്ന് കർക്കിടക മാസം പുറക്കുന്നതിന് മുമ്പേ തന്നെ എല്ലാവരും തയ്യാറെടുത്തു കഴിഞ്ഞു. പരസ്യങ്ങള് ധാരാളമായിട്ട് ഞങ്ങളുടെ രാമായണം വാങ്ങിക്കൂ എന്ന് പറഞ്ഞ് നമ്മുടെ കേരളത്തിലെ ലീഡിംഗ് പബ്ലിഷേഴ്സ് അല്ലെങ്കിൽ പത്രമാധ്യമങ്ങള് മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ട് അവർക്കും നമ്മുടെ പുറകെ വരേണ്ടി വന്നു? മഹാത്മാക്കളുടെ ആ സത്യസങ്കല്പന്മാരായിട്ടുള്ള ഗുരുവര്യന്മാരുടെ സങ്കല്പം സത്യമായി തീർന്നു. അപ്പൊ ഇന്ന് ഇപ്പൊ എല്ലാ ഗൃഹങ്ങളിലും, എല്ലാ ക്ഷേത്രങ്ങളിലും, കേരളത്തിൽ മാത്രമല്ല, മലയാളികൾ എവിടേക്കുണ്ടോ ലോകത്തിൽ എല്ലായിടത്തും മലയാളികൾ ഉള്ളിടത്തൊക്കെ ഈ കർക്കിടക മാസം രാമായണ മാസമായിട്ട് ആചരിച്ചു വരുന്നു. അപ്പൊ അതിന്റെ ഒരു സന്തോഷമാണ് നമ്മളിവിടെ എല്ലാവരുമായിട്ടും ഇപ്പൊ പങ്കുവെക്കുന്നത്. ഈ ആഞ്ജനേയ സേവാ സമിതിയും അന്നു മുതൽക്കായി ഈ പറഞ്ഞ 1980-കളിൽ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ 90-കളിലൊക്കെ വളരെ നല്ല രീതിയിൽ ഈ രാമായണ മാസം ആചരിച്ചു വരുന്നു. 30-ലധികം വർഷങ്ങളായി തുടർച്ചയായിട്ട് രാമായണ മാസം ഈ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് ഈ കോട്ടയ്ക്കകത്ത് നടന്നു വരുന്നു. അപ്പോ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി, 15-ലധികം വർഷങ്ങളായി ഇവിടെ
രാമായണ മാസം മുഴുവൻ ഞാൻ തന്നെയാണ് അധ്യാത്മ രാമായണങ്ങളും വാൽമീകി രാമായണവും മറ്റ് പല വിഷയങ്ങളും ഇവിടെ രാമായണ മാസക്കാലത്ത് തുടർച്ചയായിട്ട് 31 ദിവസവും ചർച്ച ചെയ്തു വരുന്നത്. അനേക വർഷങ്ങളിൽ നമ്മൾ അധ്യാത്മ രാമായണം തന്നെ പാരായണവും അതിന്റെ വ്യാഖ്യാനവുമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ വാൽമീകി രാമായണമാണ് വിചാരം ചെയ്യുന്നത്. ഒരു പ്രാവശ്യം വാൽമീകി രാമായണത്തിലെ പല ഖണ്ഡങ്ങളും നമ്മൾ ഒരു വട്ടം പൂർത്തീകരിച്ചതാണ് കൊറോണയ്ക്ക് മുമ്പായിട്ട്. ഇപ്പതാ വീണ്ടും കൊറോണയ്ക്ക് ശേഷം ലോക്ക്ഡൌൺ 1-2 വർഷം നമുക്ക് മുടക്കം വന്നു. കർക്കിടക മാസത്തിലൂടെ നടത്താൻ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഇപ്പൊ വീണ്ടും നമ്മൾ രാമായണ മാസം ആചരിക്കുന്നത് വാൽമീകി രാമായണം ഓരോ വർഷം ഓരോ കാണ്ഡം എന്നുള്ള രീതിയിലാണ്. അപ്പോ കഴിഞ്ഞ വർഷം 31 ദിവസം കൊണ്ട് വാൽമീകി രാമായണത്തിലെ ബാലകാണ്ഡം നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തു. ബാലകാണ്ഡത്തിൽ 68ഓളം സർഗങ്ങളാണ്. വളരെ സമയമെടുത്ത് നമുക്ക് അത് ചർച്ച ചെയ്യാനായിട്ട് സാധിച്ചു. ബാലകാണ്ഡം ഭഗവാന്റെ ആ അവതാരം മുതൽക്ക് വിശ്വാമിത്രന്റെ യാഗരക്ഷ, അതുപോലെ താടകാവധം, മാരീച സുബാഹുക്കളെ നിഗ്രഹിക്കൽ, അത് കഴിഞ്ഞ് അഹല്യ ഉദ്ധാരണം, അത് കഴിഞ്ഞ് ധനുർഭഞ്ജനം, ജനക രാജധാനിയിൽ ചെന്ന് ഭഗവാൻ ധനുർഭഞ്ജനം ചെയ്ത് സീതയെ വിവാഹം കഴിച്ച് തിരിച്ച് വരുന്നത് വരയ്ക്കുള്ള കഥയാണ് അതിൽ പ്രധാനമായിട്ടും ബാലകാണ്ഡത്തിൽ നമ്മൾ ചർച്ച ചെയ്തത്. അതിന്റെ ഇടയ്ക്ക് ഒരുപാട് ഉപകഥകളായിട്ട് നമ്മുടെ വിശ്വാമിത്രന്റെ കൂടെ രാമലക്ഷ്മണന്മാർ യാത്ര ചെയ്യുമ്പോൾ ഓരോ സ്ഥലത്തെത്തുമ്പോഴും ആ സ്ഥലത്തിന്റെ മഹിമയും പുരാണങ്ങളും ഗംഗാ ഉൽപ്പത്തി മുതലായതും വിശ്വാമിത്രന്റെ ചരിത്രവും എല്ലാം വിശദമായിട്ട് വർണ്ണിച്ചുകൊണ്ടായിരുന്നു നമ്മൾ ബാലകാണ്ഡം കണ്ടത്. അവസാനം സീതാ സ്വയംവരം കഴിഞ്ഞ് വരുന്ന വഴി ഭാർഗവരാമന്റെ ദർഭ ശമനം കഴിഞ്ഞ് അയോധ്യയിൽ പ്രവേശിച്ച് അയോധ്യയിൽ സുഖമായി വസിക്കുന്നത് വരെയുള്ളതായിട്ടുള്ള ഭാഗങ്ങളാണ് ബാലകാണ്ഡത്തിൽ വർണ്ണിച്ചത്. കഴിഞ്ഞ കൊല്ലം അത് ഇവിടെ പങ്കെടുത്തിട്ടുള്ളവർക്ക് ഓർമ്മയുണ്ടാവും. ഇപ്പോ നമ്മൾ അതിനുശേഷമുള്ള രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാണ്ഡം ഏതാന്ന് ചോദിച്ചാൽ അത് അയോധ്യാകാന്ഡമാണ്. കാരണം രാമായണത്തിലെ ഏറ്റവും സംഭവ ബഹുളമായിട്ടുള്ള കാണ്ഡം അയോധ്യാകാന്ഡമാണ്. ശ്രീരാമസ്വാമിയെ ശരിക്കും നമുക്ക് അടുത്തറിയാൻ കഴിയുന്ന കാണ്ഡം അയോധ്യാകാന്ഡമാണ്. രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ചൊല്ല് ഈ വാൽമീകി രാമായണത്തിൽ തന്നെ സാക്ഷാൽ മാരീചൻ രാവണന് പറഞ്ഞു കൊടുക്കുന്നതാണ്. രാമനോട് കളിക്കേണ്ട, രാമൻ ധർമ്മത്തിന്റെ മൂർത്തിയാണ്, ധർമ്മമാണ് രാമന്റെ ശക്തി. ആ രാമനോട് കളിച്ചു കഴിഞ്ഞാൽ ലോകങ്ങൾക്കാർക്കും, ലോകത്തിലെ ഒരു ശക്തിക്കും രാമനെ എതിരിടാൻ കഴിയില്ല എന്നുള്ളതായിട്ടുള്ള കാര്യം പറഞ്ഞപ്പോ മാരീചൻ രാമന്റെ ഗുണങ്ങളെ കുറിച്ച് എണ്ണി എണ്ണി പറഞ്ഞ സമയത്ത് പറഞ്ഞതാണ് രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന്. ആ വാക്യത്തെ അന്വർത്ഥമാക്കുന്ന സന്ദർഭങ്ങൾ ഏറ്റവും കൂടുതൽ വരുന്ന രാമന്റെ പരീക്ഷണം, രാമനെ നമ്മൾ ഉരച്ച് അറിയാൻ കഴിയുന്ന, അല്ലെ, സ്വർണം നമ്മൾ എങ്ങനെയാണോ ഉരച്ച് അതിന്റെ മാറ്റ് അറിയുന്നത്, അതുപോലെ ശ്രീരാമസ്വാമിയുടെ ആ ക്യാരക്ടർ എന്താണെന്ന് അടുത്തറിയാൻ, അദ്ദേഹത്തിന്റെ ആ ഗുണഗണങ്ങൾ, അദ്ദേഹം ധർമ്മത്തിൽ എങ്ങനെയാണ് ഉറച്ചു നിൽക്കുന്നത് എന്നറിയണമെങ്കിൽ അത് അയോധ്യാകാന്ഡത്തിലാണ് കൂടുതലായിട്ട് നമുക്ക് ആ പരീക്ഷണ ഘട്ടങ്ങൾ ഉള്ളത്. അറിയാലോ, നമുക്കൊക്കെ അയോധ്യാകാന്ഡത്തില് അഭിഷേകത്തിനായിക്കൊണ്ട് ഒരുങ്ങുന്നതും ആ അഭിഷേകത്തിന് വിഘ്നം വരുന്നതുമായിട്ടുള്ള സന്ദർഭങ്ങൾ ഏറ്റവും സംഘർഷഭരിതങ്ങളാണ്. ആ സംഘർഷത്തെ എങ്ങനെ രാമൻ നേരിടുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണാനിരിക്കുന്നത്. മുമ്പൊരു വർഷം നമ്മൾ 2019 മറ്റേ ഈ അയോധ്യാകാന്ഡം നമ്മൾ കൊറോണയ്ക്ക് മുമ്പായിട്ട് ഓടിച്ചൊന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ
അതെല്ലാം മറന്നു കാണും, കാരണം 5 കൊല്ലം മുമ്പാണ് അല്ലെ. അപ്പൊ ഇപ്പൊ വീണ്ടും നമ്മൾ അതിലേക്ക് തന്നെ പ്രവേശിക്കുകയാണ്. അന്ന് നമ്മൾ ഓൺലൈൻ ഒന്നും ക്ലാസ്സുകൾ ചെയ്യാറില്ല. ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ഓഡിയൻസ് ഉള്ളത് ഓൺലൈനിലാണ്. അപ്പൊ അവർക്കും കൂടി പ്രയോജനപ്പെടാൻ രീതിയിൽ നമ്മൾ ഈ ക്ലാസ്സുകൾ, ഇവിടെ നടക്കുന്നതായിട്ടുള്ള ചർച്ചകള് അവർക്ക് വിദൂരത്തിരുന്നുകൊണ്ട്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് വാൽമീകി രാമായണം, അയോധ്യാകാന്ഡം കേൾക്കാനുള്ളതായിട്ടുള്ള ഒരു അവസരം കൂടി ഉണ്ടാക്കണം. കാരണം നമ്മുടെ ഇവിടെയുള്ള ഓഡിയൻസ് വളരെ ശുഷ്കമാണ് ഈ മഴക്കാലത്ത് അല്ലേ. ഇനി മഴയൊക്കെ ഒന്ന് മാറി വരട്ടെ, എന്നിട്ട് വേണം കുറച്ച് ആൾക്കാര് ഒന്ന് നല്ലോണം വരാനായിക്കൊണ്ട്. അപ്പൊ മഴക്കാലത്ത് നമ്മൾ ആരെയും പറഞ്ഞിട്ടും കാര്യമില്ല. ആരെയും നമ്മൾ ഈ വന്നിരിക്കുന്നത് തന്നെ വലിയ കാര്യം. ഇത്രയും ആളുകളോട് വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയ കാര്യം. നിങ്ങളെ എല്ലാവരെയും അഭിനന്ദിക്കുന്നു, എല്ലാവരെയും അതില് നമസ്കരിക്കുന്നു. കാരണം ഈ എന്താ പറയുക, ഇങ്ങനെ പെരുമഴ പെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള സമയത്ത് ഈ ആഞ്ജനേയ സ്വാമിയെ തൊഴാനും അല്പനേരമെങ്കിലും ഈ രാമായണം ശ്രവിക്കാനുമായി കൊണ്ട് ഇവിടെ വരാൻ നിങ്ങൾക്ക് തോന്നിയല്ലോ. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃതത്തിന്റെ, ജന്മജന്മാന്തരത്തിൽ ചെയ്ത പുണ്യത്തിന്റെ, സുഹൃതത്തിന്റെ ഒക്കെ ഫലമായിട്ടാണ് ഈ ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത്. ഈ വന്നിരിക്കുന്ന ഏവരെയും വളരെ സ്നേഹപൂർവം അഭിനന്ദിക്കുകയും നമസ്കരിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും ഈ കർക്കിടക മാസത്തിലേക്ക്, രാമായണ മാസത്തിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. അതുപോലെ നമ്മുടെ ഓൺലൈനിൽ ശ്രമിക്കുന്നവർക്കും എല്ലാവർക്കും സുസ്വാഗതം, രാമായണ മാസ ആശംസകൾ. നിങ്ങൾ മാറി മാറി വരാം. ചിലപ്പോൾ നാളെ ഇന്ന് കണ്ടവരെ നാളെ കാണില്ല. പക്ഷെ ഇവിടെ പെർമനന്റ് ആയിട്ടുള്ള, റിലയബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അതാണ് നമ്മുടെ പ്രചോദനം. നമുക്ക് ഇവിടെ പ്രഭാഷണം വളരെ പ്രചോദനാത്മകമായി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സ്ഥിരമായിട്ടൊരു ഓഡിയൻസ് വേണം. അതിൽ ഇവിടെ കുറച്ചു പേര് സ്ഥിരമായിരിക്കും, നമുക്കറിയാം. ബാക്കി ഫ്ലോട്ടിംഗ് ആണ്. ഓരോ ദിവസവും ഓരോ മാതിരി ആയിരിക്കും ആളുകൾ. കുറച്ച് മുഖങ്ങൾ എനിക്ക് നിത്യ പരിചയമുള്ള ആളുകളുണ്ട്. എന്തായാലും എല്ലാവർക്കും എന്റെ സ്നേഹപൂർവമായ സ്വാഗതം. അപ്പൊ നമുക്ക് അയോധ്യാകാന്ഡത്തിലേക്ക് പ്രവേശിക്കാം അല്ലെ. അയോധ്യാകാന്ഡത്തില് വലിയ കാണ്ഡമാണ്. 119ഓളം സർഗങ്ങളാണുള്ളത്. കുറച്ച് വേഗത്തിൽ തന്നെ പോകേണ്ടതുണ്ട്. ഞാൻ ഈ മഴയൊന്ന് മാറിക്കഴിഞ്ഞാൽ കുറച്ച് സമയം കൂട്ടാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. 5 മണിക്കൊക്കെ ആരംഭിക്കാന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഒരു 3 മണിക്കൂർ ദിവസം കിട്ടുമ്പോൾ നമുക്ക് വളരെ, എനിക്ക് സന്തോഷമാവും. കുറച്ചുകൂടി കവർ ചെയ്യാൻ പറ്റും. ഇതിപ്പോ നമ്മൾ 6 മണി ടു 8 മണിയാണ് ഇപ്പോ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ മഴയുടെ ഒന്ന് കുറവുണ്ടാവുമ്പോൾ നമുക്കത് സമയം കൂട്ടാവുന്നതാണ്. അപ്പോ വാൽമീകി രാമായണം പുസ്തകം ആരുടെയിലും ഉണ്ടാവില്ല. പെട്ടെന്നത് അത്രയും അവൈലബിൾ ആയിട്ടുള്ള സാധനമല്ല. ഈസി ആയിട്ട് അധ്യാത്മരാമായണം പോലെ ഉണ്ട്. നമ്മുടെ RS വാദ്യാരുടെ കൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗിരി പബ്ലിഷേഴ്സ് ഇറക്കിയിട്ടുള്ള 2 വോള്യൂം ആയിട്ടുള്ള മൂലം ഗ്രന്ഥമുണ്ട്. അതല്ലെങ്കിൽ DC ബുക്സ് ഇറക്കിയിട്ടുള്ള വ്യാഖ്യാന സഹിതം ഡോക്ടർ M ലീലാവതിയുടെ ചെറിയ ട്രാൻസ്ലേഷൻ, വ്യാഖ്യാനം എന്ന് പറയാൻ പറ്റില്ല, ഓരോ വരികളെയും വെറും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളതായിട്ടുള്ള ഇത് കിട്ടണം. വലിയ വില കൊടുക്കണം അവർക്ക്. മറ്റേ ഇവിടെ RS വാദ്യാരുടെ അടുത്തുള്ളത് 2 വോള്യൂം മൂലം മാത്രമുള്ളത് 1350 രൂപയാണ്. 2 വലിയ ഗ്രന്ഥങ്ങളാണുള്ളത്. അപ്പൊ അതുപോലെ വളരെ റെയറായിട്ടേ വാൽമീകി രാമായണം പബ്ലിഷ് ചെയ്തിട്ടുള്ളൂ. കാരണം ആവശ്യക്കാർ കുറഞ്ഞത് തന്നെയാണ്. എല്ലാവരും അതിന്റെ പുറകെ പോകില്ല. നമ്മളെല്ലാം കേരളീയരെല്ലാം നമ്മുടെ തുഞ്ചത്താചാര്യന്റെ മറ്റേ കിളിപ്പാട്ട് ഭാഗവത രാമായണമാണ് നിത്യപാരായണം ചെയ്യുന്നത്. അപ്പൊ വേണ്ടവർക്ക് വാങ്ങിക്കാം എന്ന് പറയണം. അഥവാ ആർക്കെങ്കിലും വേണമെങ്കിൽ, എന്റെ അടുത്തും സ്റ്റോക്ക് ഉണ്ട്, ആശ്രമത്തിൽ ഇരിപ്പുണ്ട്, വേണമെങ്കിൽ കൊണ്ടുതരാം. ആവശ്യം പറഞ്ഞാൽ മതി.
മാഷേ നമസ്കാരം. മാഷ് നമ്മുടെ സ്ഥിരം ഓഡിയൻസ് ആണ്. മാഷുണ്ട്, മേനോൻജി ഉണ്ട്, മിസസ് മേനോൻജി ഉണ്ട്. അവിടെ കുറെ പേര്, എനിക്ക് പേരെല്ലാവരുടെയും അറിയില്ല, സ്ഥിരമായിട്ട് വരുന്നവരാണ്. പ്രഥമ സർഗം അയോധ്യാകാന്ഡത്തിലെ 119 സർഗങ്ങളിൽ പ്രഥമ സർഗം ഒന്ന് പാരായണം ചെയ്യാം. കുറച്ച് ഭാഗം പാരായണം ചെയ്യാം, കാരണം വലിയൊരു സർഗമാണ്. ശ്രീരാമസ്വാമിയുടെ ഗുണഗണങ്ങളെ വർണ്ണിച്ച് ആരംഭിക്കുകയാണ്. കാരണം അയോധ്യാകാന്ഡത്തിലെ ആദ്യ ഭാഗം ശ്രീരാമസ്വാമിക്ക് അഭിഷേകം ചെയ്യാനായി കൊണ്ടുള്ള ആ ഒരു ഒരുക്കത്തിലേക്ക് പോകണം. അപ്പോ ഒരു രാജാവ് എങ്ങനെയുള്ളവനായിരിക്കണം എന്നുള്ളതിന്റെ ഒരു ശരിക്കുള്ള എല്ലാ ഗുണങ്ങളും അതിന്റെ പൂർണ്ണതയിൽ തികഞ്ഞിരിക്കുന്ന ആ ഒരു രാജാവിനെ, അല്ലെങ്കിൽ രാജാവാകാനിരിക്കുന്ന ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളെ കാണിച്ചു തരികയാണ് നമുക്ക്. അപ്പൊ നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയക്കാരൊക്കെ കേൾക്കേണ്ടതാണ്, അല്ലെ? ഏതെങ്കിലും സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലിരിക്കുന്നവർ, അല്ലെങ്കിൽ സ്വയം ഓരോരുത്തരും ഓരോ ഗൃഹത്തിലെ നാഥന്മാരാണ്, മാതൃകയാവേണ്ടവരാണ് നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കും. അപ്പോ ചെറിയ സ്ഥാനം മുതൽക്ക് ഉയർന്ന വലിയ വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ വരെ ഈ ഗുണങ്ങളെക്കുറിച്ച് കേട്ട് ഈ ഗുണങ്ങളിൽ ഏതെങ്കിലും കുറച്ചെങ്കിലും നമുക്ക് സ്വായത്തമാക്കാൻ പറ്റിയാൽ നമ്മൾ ശ്രേഷ്ഠന്മാരായി തീരും. നമ്മളെ മറ്റുള്ളവര് ആദരിക്കും, നമ്മളെ പിന്തുടരും. യദ്യദാചരതി ശ്രേഷ്ഠ തത്തദേവ ഇതരോ ജനഃ സയത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ എന്ന് ഗീതയില് മാതൃകാ പുരുഷന്മാരെ കുറിച്ച് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു തരും. ശ്രേഷ്ഠ പുരുഷന്മാർ എന്താണോ ആചരിക്കുന്നത്, യദ്യദാചരതി ശ്രേഷ്ഠ തത്തദേവ ഇതരോ ജനഃ, അത് തന്നെയാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പിന്തുടരുക. മാതൃകകളെയാണ്, നല്ല ശ്രേഷ്ഠ പുരുഷന്മാരെ സമൂഹം ബഹുമാനിക്കുന്നവരെ ബാക്കിയുള്ളവരും പിന്തുടരും. സയത് പ്രമാണം കുരുതേ ലോകഃ തദനുവർത്തതേ. അങ്ങനെയുള്ളവർ എന്താണോ ജീവിത നിലവാരമായി പ്രമാണമായി വെക്കുന്നത്, അവരുടെ സ്റ്റാൻഡേർഡ് ആയിട്ട് നിശ്ചയിക്കുന്നത്, അത് മറ്റുള്ളവരും സ്റ്റാൻഡേർഡാക്കി മാറ്റും. അപ്പൊ നമ്മുടെ ഈ സമൂഹത്തെ ഒരു ഉദ്ധരിച്ച് ഒരു മൂല്യമുള്ള സമൂഹമാക്കി മാറ്റാൻ ഏറ്റവും പ്രചോദനം നൽകുന്ന ഒരു ക്യാരക്ടർ, അതാണ് ശ്രീരാമസ്വാമി. ശ്രീരാമസ്വാമിയെ മാതൃകയാക്കി കഴിഞ്ഞാൽ ആർക്കും വഴി തെറ്റില്ല. കാരണം രാമൻ നേരായ വഴിയിൽ മാത്രമേ നടന്നിട്ടുള്ളൂ. ആ രാമന്റെ വഴിയാണ് ധർമ്മത്തിന്റെ വഴി. അതാണ് രാമായണം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ. രാമസ്യ അയനം, രാമന്റെ വഴിയാണ്, രാമന്റെ മാർഗമാണ് രാമായണം. അത് ധർമ്മസ്യ അയനമേവ, ധർമ്മത്തിന്റെ മാർഗം തന്നെയാണ്. ധർമ്മമാർഗത്തിലേ രാമൻ നടന്നിട്ടുള്ളൂ. ധർമ്മം തെറ്റി രാമൻ അല്പം പോലും വ്യതിചലിച്ചിട്ടില്ല. ധർമ്മം എന്താണെന്ന് അറിയാത്തവർക്കേ രാമനെ കുറിച്ച് തെറ്റിദ്ധാരണ ഉള്ളൂ. രാമൻ വഴി തെറ്റിയോ എന്ന് ശങ്കയുള്ളത് എന്താണ് ധർമ്മം എന്ന് ശരിക്കും അറിയാത്തവർക്ക് മാത്രമേ ഉള്ളൂ. ധർമ്മം എന്താണെന്ന് അതിന്റെ ശാസ്ത്രങ്ങൾ അറിയുന്നവർക്ക് യാതൊരു സംശയവുമില്ല, രാമൻ ധർമ്മത്തിന്റെ മാനിഫെസ്റ്റേഷൻ ആണ്. ധർമ്മത്തിന് കയ്യും കാലും മുളച്ചതാണ്. രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നുള്ളത് സത്യമാണ്, അക്ഷരം പ്രതി ശരിയാണ്. അപ്പോ ആ രാമനെ നമുക്ക് ഒന്ന് അടുത്ത് അറിയാം വാൽമീകിയുടെ വാക്കുകളിലൂടെ. പല പ്രാവശ്യവും വാൽമീകി രാമനെ കുറിച്ച് ബാലകാണ്ഡത്തില് നാരദന്റെ വാക്കുകളിലൂടെ വർണ്ണിച്ചിട്ടുണ്ട്. രാമന്റെ ഗുണങ്ങൾ ഒരു 60ഓളം രാമന്റെ ഗുണങ്ങളെ കുറിച്ച് വർണ്ണിച്ചിട്ടുണ്ട്. വാൽമീകിയുടെ ചോദ്യത്തിന് നാരദൻ പറഞ്ഞു കൊടുക്കുന്നതാണ്, അല്ലെ? വാൽമീകി രാമായണം ആരംഭിക്കുന്നതിന് മുമ്പ് കൊന്നസ്മിൻ സാമ്പ്രതം ലോകെ ഗുണവാൻ കശ്ച വീര്യവാൻ. ഈ ഇപ്പോ സാമ്പ്രതം എന്ന് പറഞ്ഞാൽ ഇപ്പോ എന്നർത്ഥമാണ്. സംപ്രതി, ഇപ്പൊ ഈ ലോകത്ത് കോനു അസ്മിൻ ലോകെ ഗുണവാൻ, ഈ ലോകത്തിൽ ഏറ്റവും ഗുണവാനായിട്ടും വീര്യവാനായിട്ടും എന്തെല്ലാം കുറെ ഗുണങ്ങൾ എണ്ണി എണ്ണി വാൽമീകി ചോദിക്കുന്നുണ്ട്. ഈ ഗുണങ്ങളെല്ലാം തികഞ്ഞതായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ അതിന് മറുപടിയായിട്ട് നാരദ മഹർഷി വാൽമീകിക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്, ഉണ്ടല്ലോ.
ഇപ്പോണ്ടല്ലോ ദശരഥപുത്രനായിട്ടുള്ള ആ ശ്രീരാമൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ ശ്രീരാമന്റെ ഗുണഗണങ്ങളെ എണ്ണി 67ഓളം ഗുണങ്ങളാണ് എണ്ണി പറഞ്ഞിട്ടുള്ളതെന്ന ഓർമ്മ. അപ്പൊ അങ്ങനെ എണ്ണി പറഞ്ഞു. ഇവിടെ ഈ അയോധ്യാകാണ്ഡത്തില് അതിലും കൂടുതൽ ഗുണങ്ങളാണ് വാൽമീകിയുടെ മുഖത്ത് നിന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ആദ്യത്തെ ഒരു 35-36 ശ്ലോകങ്ങളിൽ രാമന്റെ വിവിധ ഗുണങ്ങളാണ് എണ്ണി പറയാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഈ ഗുണങ്ങളൊക്കെ നമ്മൾക്കും വേണ്ടതാണ്, നല്ലതാണ് എന്ന് തോന്നലുണ്ടാവട്ടെ. അങ്ങനെ ആ ഗുണങ്ങളോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മളും ഗുണവാന്മാരായി തീരട്ടെ. ഞാൻ കുറച്ച് പാരായണം ചെയ്തിട്ട് ഓരോ ശ്ലോകങ്ങളും എടുത്ത് നോക്കാം. ഓം ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്ര സ്വാമിനേ നമഃ. ഓം ശ്രീ ആഞ്ജനേയ സ്വാമിനേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അയോധ്യാകാണ്ഡം പ്രഥമ സർഗ, ഒന്നാം സർഗം. ഗച്ഛതാമാതുലകുലം ഭരതേന ദദാനഗഃ ശത്രുഘ്നോ നിത്യശത്രുഘ്നോ നീതപ്രീതി പുരസ്കൃതഃ സതത്രന്യവസദ്ഭ്രാത്രാ സഹ സത്കാര സത്കൃതഃ മാതുലേനാശ്വപതിനാ പുത്രസ്നേഹേന ലാളിതഃ തത്രാപി നിവസന്തൗ തൗ തർപ്യമാനൗ ച കാമതഃ ഭ്രാതരൗ സ്മരതാം വീരൗ വൃദ്ധം ദശരഥം നൃപം രാജാപി തൗ മഹാഭാഗൗ സസ്മാര പ്രോഷിതൗ സുതൗ ഉഭൗ ഭരതശത്രുഘ്നൗ മഹേന്ദ്രവരുണോപമൗ സർവ ഏവ തു തസ്യേഷ്ടാഃ ചത്വാരഃ പുരുഷർഷഭാഃ സ്വശരീരാഗ്നിർവൃത്താഃ ചത്വാര ഇവ ബാഹവഃ തേഷാമപി മഹാതേജാ രാമോ രതികരഃ പിതുഃ സ്വയം ഭൂരിവ ഭൂതാനാം ബഭൂവ ഗുണവത്തരഃ. ആദ്യത്തെ 6 ശ്ലോകങ്ങളാണ് വായിച്ചത്. ഇത് രാമന്റെ ഗുണഗണങ്ങളിലേക്ക് വരണേ ഉള്ളൂ. അതിനു മുമ്പായിട്ട് കഴിഞ്ഞ അയോധ്യാകാണ്ഡത്തിന്റെ അവസാന ഭാഗത്ത് വിവാഹിതരായി വന്നതായിട്ടുള്ള രാമലക്ഷ്മണ ഭരതശത്രുഘ്നന്മാരിൽ ഭരതശത്രുഘ്നന്മാരെ ഭരതന്റെ അമ്മാവനായ കേകയ രാജാവായ യുധാജിത്ത്, കൈകേയി സഹോദരനായിട്ടുള്ള യുധാജിത്ത് ആ രാജ്യത്തേക്ക് വിരുന്ന് കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സന്ദർഭത്തെ അനുസ്മരിച്ചുകൊണ്ട് ആ ഭരതശത്രുഘ്നന്മാർ കേകയ രാജ്യത്താണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. അവര് അവിടെ താമസിക്കുമ്പോഴും അവരുടെ മനസ്സ് മുഴുവൻ അവരുടെ പിതാവിനെ കുറിച്ചാണ്, ഈ രാജ്യത്തെ കുറിച്ചാണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അതാണ് ഗച്ഛതാമാതുലകുലം ഭരതേന തദാനഗഃ ശത്രുഘ്നോ നിത്യശത്രുഘ്നോ നീതഃ പ്രീതി പുരസ്കൃതഃ. മാതുലകുലം ഗച്ഛത, മാതുലകുലം അമ്മാവന്റെ മാതുലന്റെ കുലത്തിലേക്ക്, കുടുംബത്തിലേക്ക് ഗമിച്ചവനായിട്ടുള്ള ഭരതേന, ആ ഭരതനാൽ അനഗഃ നിത്യശത്രുഘ്നഃ ശത്രുഘ്നഃ പ്രീതി പുരസ്കൃതഃ നീതഃ. ആ ഭരതനാൽ നയിക്കപ്പെട്ടു ആര്? ശത്രുഘ്നൻ. തന്റെ അനുജനായ ശത്രുഘ്നനെയും കൊണ്ടുപോകപ്പെട്ടു എന്നർത്ഥം. കാരണം അവരെങ്ങനെയാണെന്ന് വെച്ചാല് ഒരു വസ്തുവും അതിന്റെ നിഴലും പോലെയാണ്. പിരിയാനാവാത്ത ബന്ധമാണ് അവർ തമ്മിൽ, ഭരതനും ശത്രുഘ്നനും. നമ്മളെ രാമായണത്തിൽ മറ്റേ എഴുത്തച്ഛന്റെ ഭാഷയിൽ പറഞ്ഞാൽ പായസാനുസാരവശാൽ എന്ന്, അല്ലെ? പായസാനുസാരവശാൽ, പായസം ഹോമത്തിൽ നിന്ന് പുത്രകാമേഷ്ടി യാഗത്തിൽ വന്ന പായസത്തെ പങ്കുകൊടുത്തപ്പോ കൈകേയിക്കും കൗസല്യക്കും മാത്രമാണ് ദശരഥൻ അർദ്ധമർദ്ധം കൊടുത്തത്. അതിൽ 2 പേരും അവർക്ക് കിട്ടിയതിൽ നിന്ന് പപ്പാതി സുമിത്രയ്ക്ക് കൊടുത്തു എന്നുള്ളതായിട്ടൊരു ഇതുണ്ട്. അപ്പൊ അങ്ങനെ ആ കൗസല്യക്ക് കൊടുത്ത അർദ്ധത്തിൽ നിന്നാണ് ലക്ഷ്മണന്റെ ഉൽപ്പത്തി സുമിത്രയില്. കൈകേയിക്ക് കൊടുത്തതിൽ, കൈകേയി സുമിത്രയ്ക്ക് പങ്കുവെച്ച് കൊടുത്തതിൽ നിന്നാണ് ശത്രുഘ്നന്റെ ഉൽപ്പത്തി. അപ്പോ കൈകേയിക്ക് ഭരതനും കൈകേയി കൊടുത്ത അംശത്തിൽ നിന്ന് ശത്രുഘ്നനും. അപ്പോ അവർ തമ്മിലുള്ള ആ
ആ ഒരു ചേർച്ച. അതുപോലെ തന്നെ സാക്ഷാൽ ഭഗവാൻ വിഷ്ണുവിന്റെ ആയുധങ്ങളായിട്ടുള്ള ശംഖചക്രങ്ങളാണ് ഭരതശത്രുഘ്നന്മാർ. അവരും ഭഗവാനെ സേവിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ രണ്ടുപേരും ഒരേപോലെ ഒന്നിച്ച് നിൽക്കുക എന്നുള്ളതാണ് അവരുടെ സ്വഭാവം. അപ്പൊ അതിനെയാണ് ഇവിടെ പറഞ്ഞത്. അങ്ങനെ ശത്രുഘ്നൻ, നിത്യശത്രുഘ്നൻ, അദ്ദേഹം തന്റെ ശത്രുക്കളെയൊക്കെ നിത്യം ഹനിച്ചവനാണ്. വാസ്തവത്തിൽ ആരാണ് നമ്മുടെയൊക്കെ ശത്രുക്കള്? നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള കാമക്രോധ ലോപമോഹാദികൾ, നമ്മുടെ ഇന്ദ്രിയങ്ങൾ, നമ്മുടെ മനസ്സ്, ഇതൊക്കെയാണ് നമ്മുടെ യഥാർത്ഥ ശത്രുക്കൾ. ആ ശത്രുക്കളെ ഹനിച്ചവനാണ് എന്ന് വെച്ചാൽ നല്ല വിനയമുള്ളവനാണ്, നല്ല അടക്കമുള്ളവനാണ് ഈ ശത്രുഘ്നൻ. ജ്യേഷ്ഠനെ അനുസരിക്കുന്നവനാണ്, ഭരതനോട് അത്രയും പ്രേമമുള്ളവനാണ്. പ്രീതി പുരസ്കൃത എന്നാണ്, വാത്സല്യ പുരസ്കൃതനായിട്ട് നയിക്കപ്പെട്ടു എന്നാണ്. അപ്പൊ ആ ഭരത ശത്രുഘ്നന്മാർ തമ്മിലുള്ള ആ ബന്ധത്തെ സൂചിപ്പിക്കുകയാണ്. സതത്രന്യവസദ്ഭ്രാത്ര സഹ സത്കാര സത്കൃതഃ മാതുലേനാശ്വപതിനാ പുത്രസ്നേഹേന ലാളിതഃ. ആ ശത്രുഘ്നൻ ഭ്രാത്രാ സഹ തത്ര നിവസത്, ഭ്രാതാവായ ഭരതനോടുകൂടെ അവിടെ വസിച്ചു. ആ കേകയ രാജ്യത്ത് സത്കാര സത്കൃതഃ, വേണ്ട പോലെ സൽക്കരിക്കപ്പെട്ട് ബഹുമാനിക്കപ്പെട്ട് വളരെ സ്നേഹത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും, അങ്ങോട്ട് സൽക്കരിക്കും ഇങ്ങോട്ടും സൽക്കരിക്കും. ഇവിടെ ശത്രുഘ്നൻ ഭരതനെ സേവിക്കാൻ വേണ്ടി തന്നെ പോയതാണെന്ന് പറയാം. കാരണം ഇവിടെ കൊട്ടാരത്തില് അയോധ്യയിലാവുമ്പോ ഭരതനെ സേവിക്കാൻ ഒരുപാട് പേരുണ്ട്, അല്ലെ? അവരുടെ സ്വന്തം സ്ഥലമായതുകൊണ്ട് ആ രാജകീയമായിട്ടുള്ള പ്രൗഢി അവർക്കുള്ളത് കൊണ്ട് ഒരുപാട് സേവകന്മാർ സേവിക്കാനുണ്ട്, ബന്ധുക്കളുണ്ട്. എന്നാൽ ആ ജ്യേഷ്ഠനെ തനിക്ക് ഒറ്റയ്ക്ക് സേവിക്കാനായിക്കൊണ്ട് വേറെ അവിടെ ആവുമ്പോ അധികം ആരും ഉണ്ടാവില്ല ഉപദ്രവിക്കാൻ. അവ ശത്രുഘ്നന് ആ ജ്യേഷ്ഠനായ ഭരതന്റെ കൂടെ ഒന്നിച്ച് അദ്ദേഹത്തെ സേവിക്കാൻ വേണ്ടി പോകാം. അപ്പൊ ആ ഒരു ഭാവത്തിലാണ്, സൽക്കരിക്കാൻ വേണ്ടി തന്നെ പോയതാണ്. പരസ്പരം അവര് സ്നേഹിച്ചുകൊണ്ട്. അതുപോലെ മാതുലേന അശ്വപതിന പുത്രസ്നേഹേന ലാളിത. ഈ മാതുലന് യുധാജിത്ത് അല്ലെങ്കിൽ അശ്വപതി എന്നൊക്കെ പേര്. ആ അശ്വപതിയാൽ, അമ്മാവനായ അശ്വപതിയാൽ പുത്രസ്നേഹത്തോടു കൂടിയാണ് ഭരതൻ ലാളിക്കപ്പെട്ടത്, ശത്രുഘ്നനും ലാളിക്കപ്പെട്ടത്. കാരണം അദ്ദേഹത്തിന് സ്വന്തം പുത്രന്മാരില്ല. അതുകൊണ്ട് ഈ ഭരതന് തന്നെയാണ് അവിടുത്തെ കേകയ രാജ്യത്തിന്റെ അവകാശം വന്നു ചേരാൻ പോകുന്നത്. അത് പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. അപ്പൊ ഭരതൻ തന്നെയാണ് ഭാവിയിൽ അവിടുത്തെ രാജാവാകേണ്ടത്. അതുകൊണ്ട് അശ്വപതി ആ ഭരതനെ സ്വന്തം പുത്രനെ പോലെ തന്നെ ലാളിക്കുകയാണ്. തത്രാപി നിവസന്തൗ തൗ തർപ്യമാനൗ ച കാമതഃ ഭ്രാതരൗ സ്മരതാം വീരൗ വൃദ്ധം ദശരഥം നൃപം. അങ്ങനെ അവിടെ വസിക്കുന്ന, കേകയ രാജ്യത്ത് വസിക്കുന്നതായിട്ടുള്ളവർ രണ്ടുപേരും പരസ്പരം ഇഷ്ടം പോലെ തൃപ്തിപ്പെടുത്തുന്നവരായിട്ടാണ്. തർപ്യമാണവും, തൃപ്തിപ്പെടുത്തുക, അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷിപ്പിച്ചുകൊണ്ട്. ആ ഭ്രാതരൗ രണ്ടുപേരും, വീരവും രണ്ടുപേരും വീരന്മാരാണ്. വൃദ്ധം ദശരഥം നൃപം സ്മരത, ആ വൃദ്ധനായ പിതാവായ ദശരഥനെ രണ്ടുപേരും സ്മരിക്കുന്നവരായിരുന്നു എന്നർത്ഥം. സ്മരത എന്നുള്ളത് ദ്വിവചന ശബ്ദമാണ്. രണ്ടുപേരും സ്മരിക്കുന്നു. അപ്പൊ അച്ഛനെ സ്മരിച്ചുകൊണ്ടാണ് അവർ ഓരോ ദിവസവും കഴിച്ചു കൂട്ടുന്നത് എന്നർത്ഥം. രാജാപിതൗ മഹാഭാഗൗ സസ്മാര പ്രോഷിതൗ സുതൗ ഉഭൗ ഭരതശത്രുഘ്നൗ മഹേന്ദ്രവരുണോപമൗ. ഇവിടെ ഇരിക്കുന്ന രാജാവും ദശരഥനും തന്നെ പിരിഞ്ഞിരിക്കുന്ന തന്റെ മക്കളെ കുറിച്ച് തന്നെയാണ് ചിന്ത. അതാണ് രാജാവി. ആ പ്രോഷിതവും സുത, പ്രോഷിതന്മാരെന്നാണ് പ്രവാസം ചെയ്യുന്നവർ എന്നർത്ഥം. ആ പ്രവാസം ചെയ്യുന്ന മക്കളെ കുറിച്ച്, ആ മഹാഭാഗ്യവാന്മാരായ പുണ്യശാലികളായ മക്കളെ കുറിച്ച് സ്മരിക്കുന്നവനായിരുന്നു ആ രണ്ടുപേരും ഭരത ശത്രുഘ്നന്മാർ. മഹേന്ദ്ര വരുണോപമവും എന്നാ പറയണത്. ഒരാള് ഇന്ദ്രന് സമാനമാണ് ആര്? ഭരതൻ. അതുപോലെ ശത്രുഘ്നൻ വരുണന് തുല്യനാണ് എന്നർത്ഥം. അപ്പോ ഭരതൻ ഭരണ നിപുണൻ തന്നെയാണ്. ഇന്ദ്രനെ പോലെ പ്രതാപം ഉള്ള ആളാണ്. കൈകാര്യം ചെയ്യാൻ എല്ലാ കാര്യത്തിലും പക്വതയുള്ള ആളാണ് ഭരതൻ. ഭരണ നിപുണനായതുകൊണ്ടാണ് അദ്ദേഹത്തിന് വസിഷ്ഠൻ ഭരതൻ എന്ന് പേരിട്ടത്. അതുപോലെ ശത്രുഘ്നനും വരുണനെ പോലെ മഹാശക്തനാണ്, പ്രതാപിയാണ് എന്ന് സൂചിപ്പിക്കണം. രണ്ടുപേരും മഹേന്ദ്ര വരുണോപമവും. സർവയേവ തു തസ്യേഷ്ടാഃ ചത്വാരഃ പുരുഷർഷഭാഃ സ്വശരീരാദ് വിനിർവൃത്താഃ ചത്വാരൈവ ബാഹവഃ. ഈ 4 മക്കളാണ് ദശരഥനുള്ളത്. ചത്വാരഃ എന്ന് പറഞ്ഞാൽ 4 എന്നർത്ഥം. ആ 4 മക്കളും ഒരുപോലെ പ്രിയപ്പെട്ടവരാണ് ആർക്ക്? ദശരഥനെ സംബന്ധിച്ച്. അതാണ് സർവേവ തസ്യ ഇഷ്ടാഃ.
ഈ ദശരഥന് ഇഷ്ടന്മാരാണ് 4 പേരും. ഏതുപോലെ സ്വശരീരാത് വിനിർവൃത്താഹ ചത്വാരഹ ബാഹവഹ ഇവ. സ്വന്തം ശരീരത്തിൽ നിന്ന് ഉത്ഭവിച്ച 4 കൈകൾ എന്നതുപോലെ 4 കൈകൾ ഒരാൾക്കുണ്ടെങ്കിൽ ആ 4 കൈകളിൽ ഏതെങ്കിലും ഒരു കൈയിനോട് പ്രത്യേകമായിട്ടുള്ള മമത ഉണ്ടാവുമോ? അപ്പൊ നമുക്ക് 2 കൈയുണ്ട്, 2 കൈയിനോട് നമുക്ക് വ്യത്യാസമുണ്ടോ? 2 കൈയും നമുക്ക് പ്രിയപ്പെട്ടതാണ്. അതുപോലെ 4 കൈകളുള്ള ഒരാൾക്ക് ആ 4 കൈകളോടും എങ്ങനെ പ്രീതിയുണ്ടോ, എങ്ങനെ പ്രേമമുണ്ടോ, അതുപോലെ തന്നെയാണ് ദശരഥ രാജാവിന് തന്റെ 4 മക്കളും എന്നുള്ള സൂചിപ്പിക്കുകയാണ്. ഇനി അച്ഛന്റെ 4 കൈകൾ തന്നെയാണ് അച്ഛൻ വിചാരിക്കുന്ന കാര്യങ്ങള് സാധിച്ചു കൊടുക്കാനുള്ള കൈകളാണ് മക്കൾ എന്ന് പറയുന്നത്. തേഷാമഭിമഹാതേജാരാമോ രതികരപ്പിതുഃ സ്വയം ഭൂരിവ ഭൂതാനാം ബഭൂവ ഗുണവത്തരഃ. എങ്കിലും തേഷാമപി അവരിൽ 4 പേരിലും വെച്ച് രാമഃ മഹാതേജ രാമൻ അധികം തേജസ്സുള്ളവനാണ്. പിതുഃ രതികരഃ പിതാവിന് കൂടുതൽ രതിയെ ചെയ്യുന്നവനാണ്. അത് രാമനെ കുറിച്ച് എല്ലാവർക്കും അത് തന്നെയാണ്. അപ്പൊ പിതാവിന്റെ കാര്യം പറയാനുണ്ടോ? അല്ലെ, രാമനെ പോലെ ശ്രേഷ്ഠനായിട്ടുള്ള ഒരു പുത്രനോട് അധികമായിട്ടുള്ള രതി താല്പര്യമുണ്ടായി ആ രാമനെ എപ്പോഴും വാത്സല്യത്തോടെ ചിന്തിക്കുന്നു ദശരഥൻ എന്നുള്ളതിന് സംശയമില്ല. അപ്പോ ഏതുപോലെ സ്വയംഭൂരിവ ഭൂതാനാം ബഭൂവ ഗുണവത്തരഃ. സ്വയംഭൂ എന്ന് പറഞ്ഞാൽ ബ്രഹ്മദേവൻ. അപ്പൊ ഭൂതാനാം സ്വയംഭൂവ ഈ പ്രകൃതിയിലുള്ള സകല ജീവരാശികൾക്കും എങ്ങനെയാണോ ബ്രഹ്മദേവൻ പ്രിയപ്പെട്ടവനായിരിക്കുന്ന എല്ലാവരുടെയും പിതാവും പിതാമഹനുമായിരിക്കുന്നത്, അതുപോലെയാണ് രാമനെ സംബന്ധിച്ച് എല്ലാവരും രാമനെ സ്നേഹിച്ചിരുന്നത്. ഗുണവത്തരഃ എല്ലാവരിലും വെച്ച് ഗുണങ്ങൾ ഉള്ളവരിൽ വെച്ച് ശ്രേഷ്ഠനാണ് എന്ന് പറയും. ഗുണവത്തരനാണ്, അങ്ങനെ ഭവിച്ചു എന്നാണ്. സഹിദേവൈരുദീർണസ്യ രാവണസ്യ വധാർത്തിഭിഃ അർത്തിതോ മാനുഷേ ലോകേ ജജ്ഞേ വിഷ്ണുഃ സനാതനഃ. ഇവിടെ വാൽമീകി രാമായണത്തില് ശ്രീരാമൻ വിഷ്ണുവിന്റെ അവതാരമാണെന്ന് വളരെ ചുരുക്കം സന്ദർഭങ്ങളിലേ പറയാറുള്ളൂ. രാമനെ ഒരു മനുഷ്യനായി തന്നെയാണ് വാൽമീകി അവതരിപ്പിക്കുന്നത്. വളരെ ചുരുക്കം സന്ദർഭങ്ങളിൽ രാമൻ വിഷ്ണുവിന്റെ അവതാരമാണെന്ന് സൂചിപ്പിക്കും. ഇവിടെ അങ്ങനെ ഒരു സന്ദർഭമാണ് ഇവിടെ പറയുന്നു. സഹി ദേവൈരുദീർണസ്യ രാവണസ്യ വധാർത്തിഭിഃ അർത്തിതോ മാനുഷേ ലോകേ ജജ്ഞേ വിഷ്ണുഃ സനാതനഃ. അപ്പൊ ഉദീർണസ്യ രാവണസ്യ വധാർത്തിഭിഃ ദേവൈഃ അർത്തിതഃ. ഉദീർണൻ എന്ന് പറഞ്ഞാൽ വല്ലാതെ മതോന്മത്തനായിരിക്കുന്ന രാവണസ്യ വധാർത്ഥികളായിരിക്കുന്ന ദേവന്മാരാൽ, ഇപ്പൊ രാവണനെ വധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരായ ദേവന്മാരാൽ അർത്തിതഃ അർത്തിക്കപ്പെട്ടിട്ടുള്ളവനായിട്ടുള്ള സനാതനഃ വിഷ്ണുഹി ആ സനാതനനായ നിത്യനായ നാരായണൻ വിഷ്ണു തന്നെയാണ്. സഹ മാനുഷേ ലോകേ ജന്യേ അവൻ ഇവിടെ മനുഷ്യലോകത്തിൽ വന്ന് ജാതനായിരിക്കുന്നത്. അപ്പൊ ആ വിഷ്ണു തന്നെയാണ് ഇവിടെ രാമനായിട്ട് അവതരിച്ചിരിക്കുന്നത് എന്നുള്ള രാമാവതാരത്തിന്റെ രഹസ്യങ്ങൾ വാൽമീകി രാമായണത്തിൽ അപൂർവം സന്ദർഭങ്ങളിൽ പറയുന്നതിൽ ഒന്നാണ് ഇവിടെ എന്ന് പറയണം. അപ്പോ ദുഷ്ടനിഗ്രഹത്തിനു വേണ്ടി തന്നെയാണ് ഇവിടെ രാമന്റെ അവതാരം. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാ ആത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ അവതാര രഹസ്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. താൻ എന്തിനു വേണ്ടി അവതരിക്കുന്നു എന്നുള്ളത് അത് തന്നെയാണ് ഇവിടെ രാമാവതാരത്തിനും കാരണം. ആ രാവണവധത്തിനായിക്കൊണ്ട് ദേവന്മാരാൽ പ്രാപ്തിതനായിട്ടാണ് വിഷ്ണു തന്നെ രാമനായി മനുഷ്യരൂപത്തില് അവതരിച്ചിരിക്കുന്നത്. മർത്യാവതാരമാണ് രാമാവതാരം. അതുകൊണ്ട് മനുഷ്യന്റേതായിട്ടുള്ള എല്ലാ വീക്ക്നെസ്സുകളും രാമൻ പ്രകടിപ്പിക്കും. എന്നാൽ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാതെയുള്ള അദ്ദേഹത്തിന്റെ ആ ജീവിതമാണ് രാമായണം. കൗസല്യാ ശുസുഭേതേന പുത്രേണാമിത തേജസ യഥാ ച ദേവീ ദേവാനാം അതിഥിർവജ്രപാണിനാ. കൗസല്യാ ശുസുഭേതേന പുത്രേണാമിത തേജസ ആ കൗസല്യയും അമിത തേജസ്വിയായ തന്റെ പുത്രനെ കൊണ്ട് വളരെയധികം സന്തോഷപൂർവം ശോഭിച്ചു എന്ന ശുശുഭേ എന്ന് പറഞ്ഞാൽ ശോഭിച്ചു. അവളും വളരെ സന്തോഷിച്ചു കൊണ്ടിരുന്നു രാമന്റെ പ്രതാപം കൊണ്ട്.
യഥാച ദേവി ദേവാനാം അതിഥിർ വജ്രപാണിന. അതിഥി ദേവി, ദേവന്മാരുടെ മുഴുവൻ മാതാവാണ് അതിഥി, കശ്യപന്റെ പത്നിയായ അതിഥി. ആ അതിഥി വജ്രപാണി എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ, വജ്രായുധപാണിയാണ് ഇന്ദ്രൻ. അപ്പൊ ഇന്ദ്രനെ കൊണ്ട് എങ്ങനെ അതിഥി സന്തോഷിച്ചു പോകും, അതുപോലെ ഈ രാമൻ എന്ന പുത്രനെ കിട്ടിയതായിട്ടുള്ള കൗസല്യാദേവി സന്തോഷിച്ചു എന്ന് പറയണം. സഹി രൂപോപന്നശ്ച വീര്യവാൻ അനസൂയകഃ ഭൂമാവനുപമ സൂനുർഗുണഹിർ ദശരഥോപമഃ. അപ്പോ സഹി രൂപോപന്നശ്ച, രാമനെ കുറിച്ച് ഇനി വർണ്ണിക്കാൻ തുടങ്ങണം. രാമന്റെ ഗുണങ്ങൾ എണ്ണി എണ്ണി പറയാൻ തുടങ്ങണം. സഹി രൂപോപന്നഃ, രൂപങ്ങൾ കൊണ്ട്, രൂപസൗന്ദര്യം കൊണ്ട് എല്ലാ ലക്ഷണങ്ങളും, സാമുദ്രിക ലക്ഷണങ്ങൾ എല്ലാം തികഞ്ഞവനാണ് ശ്രീരാമൻ. വീര്യവാൻ, നിങ്ങൾ എണ്ണിക്കോളൂ രാമന്റെ ഗുണങ്ങൾ എന്തൊക്കെയാ പറയണതെന്ന്. ഇപ്പൊ രൂപോപമന്നൻ പറഞ്ഞു, ഇനി വീര്യവാൻ, അദ്ദേഹം മഹാപരാക്രമിയാണ് എന്നർത്ഥം. ഒരു തരത്തിലുള്ളതായിട്ടുള്ള വീര്യത്തിനും കുറവില്ല, വീര്യശാലിയാണ്. അനസൂയകഃ, അനസൂയകൻ എന്ന് പറഞ്ഞാല് യാതൊരു തരത്തില് ദോഷങ്ങളും ഇല്ലാത്തവൻ എന്നർത്ഥം. സ്വഭാവ ദൂഷ്യങ്ങളൊന്നും മറ്റുള്ളവർക്ക് നിന്ദിക്കാൻ തക്കതായിട്ടുള്ള ഒരു തരത്തിലുള്ള ദോഷങ്ങളും ഇല്ലാത്തവൻ. ഛേ എന്നൊരാള് നോക്കി പറയാൻ ഒരു തരത്തിലുള്ള ദോഷങ്ങളും ഇല്ലാത്തവനാണ്. ഭൂമൗ അനുപമഃ, ഭൂമിയില് അവന് ഉപമയായിട്ട് ആരുമില്ല, അനുപമനാണ്, നിരുപമനാണ്. സൂനുഹു ഗുണൈർ ദശരഥോപമഃ, ഗുണങ്ങളെ കൊണ്ട് ദശരഥൻ മഹാപരാക്രമിയാണ്, സത്യസന്ധനാണ്, എല്ലാ യോഗ്യതകളുണ്ട്. ആ ദശരഥന് സമാനം തന്നെയാണ് എന്ന് ഇവിടെ ഒരു അർത്ഥം. മറ്റൊരർത്ഥത്തിൽ ദശരഥോപമഃ എന്ന് പറഞ്ഞാൽ വിഷ്ണുവിന് സമാനൻ എന്നും അർത്ഥമാണ്. ദശരഥൻ എന്ന വാക്കിന് വിഷ്ണു എന്ന അർത്ഥമുണ്ട്. ദശ ശബ്ദത്തിന് പക്ഷി എന്ന അർത്ഥമുണ്ട്. രഥം വാഹനം, അപ്പൊ പക്ഷിവാഹനൻ, ഗരുഡവാഹനനായ വിഷ്ണുവിന് സമാനനാണ് ഈ രാമൻ എന്നും അർത്ഥമാണ്. അതാണ് മുഖ്യാർത്ഥം. വിഷ്ണുവിന് സമാനനാണ് രാമൻ എന്നർത്ഥം. പക്ഷിവാഹനനായ ആ വിഷ്ണുവിന് തുല്യനാണ് എന്ന് എണ്ണി എണ്ണി പറയണം. സതു നിത്യം പ്രശാന്താത്മാ മൃദുപൂർവം ച ഭാഷത്തെ ഉച്യമാനോപി പരുഷം നോത്തരം പ്രതിപദ്യതേ. സതു നിത്യം പ്രശാന്താത്മാ, അയാൾ എപ്പോഴും, രാമൻ പ്രശാന്തമായ മനസ്സോടുകൂടിയാണ്, വളരെ ശാന്തനാണ്. ഒരിക്കലും അദ്ദേഹം അജിറ്റേറ്റഡ് ആയിട്ട് അല്പം വയലന്റ് ആയിട്ട് ഒന്നും കാണപ്പെടുകയേ ഇല്ല. ശാന്തിയാണ് രാമന്റെ സ്വഭാവം. മൃദുപൂർവം ച ഭാഷത്തെ, അദ്ദേഹം ഭാഷണം ചെയ്യുന്നത് എങ്ങനെയാന്ന് സൂചിപ്പിക്കണം. മൃദുവായിട്ടേ ഭാഷണം ചെയ്യുള്ളൂ. വളരെ കേൾക്കുന്നവർക്ക് ഹൃദ്യമായി, മധുരമായിട്ട്, സോഫ്റ്റ് ആയിട്ടേ സംസാരിക്കുള്ളൂ. പൂർവം എന്ന് പറഞ്ഞാൽ ആദ്യം സംസാരിക്കുന്നതിനും മടിയില്ല. പൂർവഭാഷിയാണ് രാമൻ എന്ന് പല ഭാഗത്തും പറയും. എന്ന് വെച്ചാല് നമ്മൾ ആരെങ്കിലും അപരിചിതരെ കണ്ടു കഴിഞ്ഞാല് സംസാരിക്കാൻ മടി കാണിക്കുന്നവരാണ് കൂടുതൽ പേരും, അല്ലെ? ഒരു മഞ്ഞുമല അവിടെ നമ്മൾക്ക് ഇടയില് ഉണ്ടാവും. ഐസ് ബ്രേക്കിംഗ് എന്നാ പറയാ ആദ്യമായിട്ട് സംസാരിക്കുന്നത്, അല്ലെ? ആ മഞ്ഞുമലയെ ഭേദിക്കുക, പരസ്പരമുള്ളതായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു സങ്കോചത്തെ ഇല്ലാതാക്കി പരസ്പരം ആശ്ലേഷിക്കുക, അല്ലെങ്കിൽ ആ ഒരു ഹൃദയം തുറക്കുക. അപ്പോഴാണ് പരസ്പര ഒരു വിശ്വാസവും കമ്മ്യൂണിക്കേഷനും ഒക്കെ നടക്കുക, അല്ലെ? വ്യക്തിബന്ധങ്ങൾ ഉണ്ടാവണമെങ്കിൽ തുറന്ന് സംസാരിക്കണം. അപ്പൊ അതിന് ആര് മുൻകൈ എടുക്കുന്നുവോ അവരാണ് ശ്രേഷ്ഠന്മാർ. മറ്റുള്ളവരോട് തുറന്ന് ആദ്യമേ നന്നായി സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് അവരുടെ അപരിചിതത്വം ഇല്ലാതാക്കി അവർക്ക് വിശ്വാസം ജനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുക. എന്നാൽ അമിതമായിട്ട് സെൽഫ് പ്രൈസിംഗ് ആയിട്ട് സംസാരിക്കാൻ പാടില്ല. അത് രാമന്റെ സ്വഭാവത്തിലുണ്ട്. മിതഭാഷിയാണ്, മൃദുഭാഷിയാണ്, പൂർവഭാഷിയാണ്, മിതഭാഷിയാണ്, സത്യഭാഷിയാണ്, പ്രിയഭാഷി, ഹിതഭാഷി. ഒരുപാട് ഭാഷണത്തിന് വേണ്ട എല്ലാ ഗുണങ്ങളും രാമനിലുണ്ട്. അമിതമായി സംസാരിച്ച് ആരെയും ബോറടിപ്പിക്കില്ല. അവർക്ക് എന്ത് ഇഷ്ടമാകുന്നു ആ രീതിയിൽ പ്രിയമായി സംസാരിക്കും. അവർക്ക് ഹിതമായത് മാത്രം സംസാരിക്കും, ആവശ്യത്തിന് മാത്രം സംസാരിക്കും, മിതമായിട്ട് സംസാരിക്കും. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ഗുണങ്ങളും തികഞ്ഞ ആളാണ് ശ്രീരാമസ്വാമി. ആ രാമനിൽ നിന്ന് പഠിക്കണം നമ്മള് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അല്ലെ? വ്യക്തിബന്ധങ്ങള് എങ്ങനെ സ്ഥാപിക്കണമെന്ന് രാമനെ പഠിച്ചാൽ മതി, വാൽമീകി രാമായണം പഠിച്ചാൽ മതി, രാമന്റെ സ്വഭാവത്തെ നമ്മളൊന്ന് നിരീക്ഷിച്ചാൽ മതി. അപ്പൊ അതാണ് അവിടെ മൃദുപൂർവം ച ഭാഷവേ.
ഉച്യമാനോപി പരുഷം ന ഉത്തരം പ്രതിപദ്യതേ. ആരെങ്കിലും അദ്ദേഹത്തോട് പരുഷമായി പറഞ്ഞാലും, പരുഷം ഉച്യമാന, പരുഷമായിട്ട് കടുത്ത ആരെങ്കിലും പറഞ്ഞാൽ പോലും ന ഉത്തരം പ്രതിപദ്യത, അതിന് അതുപോലെ ഉത്തരം കൊടുക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ സ്വഭാവം അല്ല. അവരോട് അതേപോലെ കയർത്ത് സംസാരിക്കുന്ന സ്വഭാവമില്ല. അവരോട് മൃദുവായി സംസാരിച്ച് അവരുടെ ചൂട് തണുപ്പിക്കും. അതാണ് രാമന്റെ സ്വഭാവം. കഥഞ്ചിതുപകാരേണ കൃതേന ഐകേന ദുഷ്യതി ന സ്മരതി അപകാരാണം ശതമപ്യാത്മവത്തയാ. ആരെങ്കിലും അദ്ദേഹത്തിന് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു നിസ്സാര ഉപകാരം ചെയ്താൽ പോലും, അതാണ് കഥഞ്ചിത് ഉപകാരേണ കൃതേന ഏകേന കൃതേന, ഏതെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്താൽ മതി, തുഷ്യതി, അവരുടെ നേരെ പ്രസാദിച്ചിരിക്കും. ആ ഒരു കൃതജ്ഞത അവരോടെന്നും അദ്ദേഹം സൂക്ഷിക്കും. നസ്മരതി അപകാരാണം ശതമപി ആത്മവത്തയ. ആരെങ്കിലും അദ്ദേഹത്തിന് 100 അപകാരം ചെയ്താലും, അദ്ദേഹത്തിനെ ഉപദ്രവിച്ചാലും അത് അദ്ദേഹം സ്മരിക്കാറില്ല. അപ്പൊ മറ്റുള്ളവർ ചെയ്യുന്ന, തന്നോട് ചെയ്യുന്ന ഉപദ്രവങ്ങൾ, നിന്ദകൾ, അതിനെയൊക്കെ വേഗം മറന്നു കളയും. ഫൊർഗെറ്റ് ആൻഡ് ഫൊർഗീവ് എന്നുള്ളത് രാമന്റെ നേച്ചറാണ്. അല്ലെ, നമുക്കൊക്കെ വല്ലാത്ത പാടാണ്. ആരെങ്കിലും നമ്മളെ എന്തെങ്കിലും വേദനിപ്പിച്ചാല് വലിയ മുറിവായിട്ട് അത് കിടക്കും ഹൃദയത്തില്. അവരോട് പിന്നെ നമ്മള് വലിയൊരു അകലം പാലിക്കുന്നർത്ഥം. ഒരിക്കലും നമുക്ക് അവരോട് സംസാരിക്കാൻ വിശ്വാസം ഉണ്ടാവുകയില്ല. നമ്മുടെ തിരുവള്ളുവര് തിരുക്കുറലിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്, തീയിനാൽ സുട്ട പുള്ളുള്ളാറും ആരാധേ നാവിനാൽ സുട്ട വടു എന്ന്. തീ കൊണ്ട് ചുട്ടതായിട്ടുള്ള പുണ്ണ് അത് വേഗം ആറിപ്പോകും, കാലം കൊണ്ട് അതിന്റെ ഉള്ളൊക്കെ ആറിപ്പോകും. എന്നാൽ നാവിനാൽ ചുട്ട വടു ആറാതേ എന്ന്. നാവ് കൊണ്ട് ആരെങ്കിലും വേദനിപ്പിച്ചാൽ അത് ഉണങ്ങുകയില്ല, എന്നും സൂക്ഷിക്കും.
നാരായണ. അപ്പോ ഏതെങ്കിലും ഒരു ചെറിയ ഉപകാരം ആര് ചെയ്താലും അദ്ദേഹം പിന്നെ ഒരിക്കലും മറക്കുന്നില്ല. അതുകൊണ്ട് സന്തോഷിക്കുന്നു, കൃതജ്ഞതയുള്ളവനായിരിക്കുന്നു. അതേപോലെ 100 കണക്കിന് അപകാരം ചെയ്താലും അതിനെ ഓർമ്മിക്കാറുമില്ല. ദ്രോഹിക്കുന്നവരെ കുറിച്ച് അദ്ദേഹം ചിന്തിക്കാറില്ല. എന്തുകൊണ്ട്? ആത്മവത്തയ എന്ന് പറയുന്നുണ്ട്. ആത്മവത്തയ എന്ന് പറഞ്ഞാൽ മനസ്സിനെ നല്ല അടക്കമുള്ളവനായതുകൊണ്ട്, ആത്മവാനായതുകൊണ്ട്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ തന്നെ പോലെ മറ്റുള്ളവരെയും കാണുന്നത് കൊണ്ട്, ആത്മാവിനെ പോലെ തന്റെ തന്നെ ആത്മാവാണ് മറ്റുള്ളവരും എന്നുള്ള ഭേദഭാവന കൂടാതെ കാണുന്നത് കൊണ്ട് എന്ന് 2 അർത്ഥമാണ് ഈ ആത്മവത്തയ എന്നുള്ളതിന്. അപ്പൊ തന്നെ പോലെ തന്നെ കാണുകയാണ്. അപ്പൊ ആ സ്നേഹം കൊണ്ട് ഇപ്പൊ നമ്മള് സ്നേഹമുള്ളവരെന്തെങ്കിലും പറഞ്ഞാൽ ഓർമ്മിക്കൂ? നമ്മളെ ദ്വേഷിച്ചാൽ ഇപ്പൊ നമ്മുടെ അമ്മയൊക്കെ നമ്മളെ കുട്ടിക്കാലത്ത് ചീത്ത പറഞ്ഞൊക്കെ നമ്മളിപ്പോ ഓർമ്മിച്ചു വെച്ചിട്ടുണ്ടോ? എല്ലാം എഴുതി വെച്ചിട്ടുണ്ടോ ഡയറിയില് എന്ന് നമ്മൾ ഓർക്കാറുണ്ടോ? ആവശ്യമില്ല. അതെല്ലാം നമ്മൾക്ക് വേണ്ടി സ്നേഹത്തോടെ പറഞ്ഞതാണ് അവര്. അതുപോലെ നമ്മൾ ഇഷ്ടപ്പെടുന്നതായിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളോട് എന്ത് പറഞ്ഞാലും നമുക്കത് ദ്വേഷം തോന്നാറില്ല, നമ്മൾ ഓർമ്മിക്കാറില്ല. അപ്പൊ അതേപോലെയാണ് രാമൻ തന്നെ നിന്ദിക്കുന്നവരോടും അപകാരം ചെയ്യുന്നവരെയും തന്റെ വേണ്ടപ്പെട്ടവരായി കരുതി അവരോടുള്ള സ്നേഹം കൊണ്ട്, വാത്സല്യം കൊണ്ട് അതെല്ലാം മറക്കുന്നു എന്നർത്ഥം. ശീലവൃദ്ധൈ ജ്ഞാനവൃദ്ധൈ വയോവൃദ്ധൈ സജ്ജനൈ കഥയന്നാസ്തവൈ നിത്യം അസ്ത്രയോഗ്യോ യോഗ്യാന്തരേഷ്വപി. അദ്ദേഹത്തിന്റെ നിത്യം അസ്ത്രയോഗ്യ അന്തരേഷു. അസ്ത്രയോഗ്യാന്തരേഷു എന്ന് പറഞ്ഞാൽ അസ്ത്രാഭ്യാസങ്ങൾ പഠിക്കുന്നതിന്റെ ഇന്റർവെല്ലുകളിൽ, അന്തരങ്ങൾ എന്നാൽ ഇടവേളകളാണ്. അപ്പോ തന്റെ ആയുധാഭ്യാസം എല്ലാം പഠിക്കുന്നതിന്റെ ഇടവേളകൾ കിട്ടിയാലോ അദ്ദേഹം ആരുടെ കൂടെയാണ് ഇടവേളകൾ ചെലവഴിക്കുക? അതാണ് ശീലവൃദ്ധൈഹി ജ്ഞാനവൃദ്ധൈഹി വയോവൃദ്ധൈഹി സജ്ജനൈഹി അഭി കഥയന്നാസ്തേ. വൃദ്ധോപസേവി എന്ന് പറയും. ഏറ്റവും ഒരു നല്ല ഗുണമാണ്. നമുക്ക് അറിവുണ്ടാവാൻ എന്താ ചെയ്യേണ്ടത് എന്ന് മഹാത്മാക്കള് എഴുതി വെച്ചിട്ടുണ്ട്. ശങ്കരാചാര്യരൊക്കെ പറയും, നിങ്ങൾക്ക് അറിവുണ്ടാവാൻ നിങ്ങൾ എന്ത് ചെയ്യണം? വൃദ്ധന്മാരെ സേവിക്കണം. അറിവുള്ളവരാണ് വൃദ്ധന്മാർ. വൃദ്ധന്മാരെന്നുള്ള ഒന്നിനും കൊള്ളാത്തവരെന്നുള്ള അർത്ഥമല്ല, അല്ലെ? ക്ഷയം പിടിച്ചവരെ അല്ല വൃദ്ധന്മാരെന്ന് പറയും. വൃദ്ധിയുടെ ഓപ്പോസിറ്റാണ് ക്ഷയം. ക്ഷീണിതരായവരെയാണ് നമ്മള് ക്ഷയിച്ചവർ എന്ന് പറയുന്നത്. വൃദ്ധി എന്ന് പറഞ്ഞാൽ വളർച്ചയാണ്. അപ്പോ വളർച്ച ജീവിതത്തില് പലതുകൊണ്ടും വളരും. അതാണ് ഇവിടെ ശീലവൃദ്ധന്മാര്, ജ്ഞാനവൃദ്ധന്മാര്, വയോവൃദ്ധന്മാര്, തപോവൃദ്ധന്മാര്, ഇങ്ങനെ വൃദ്ധന്മാരെ കുറിച്ച് 4 കൂട്ടരെ കുറിച്ച് പറയും. ഇവരെയൊക്കെ നമ്മൾ ബഹുമാനിക്കണം, അവരെയൊക്കെ സേവിക്കണം എന്നാണ് ശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താണ് ശീലവൃദ്ധന്മാരെന്ന് പറഞ്ഞാൽ? ശീലം കൊണ്ട് വളർന്നവർ, നല്ല സദാചാരമുള്ളവർ, ഡിസിപ്ലിൻഡ് ആയിരിക്കുന്നവർ, സമൂഹത്തിന് മാതൃകയായി ജീവിക്കുന്നവർ എന്നൊക്കെ അർത്ഥമാണ് ശീലവൃദ്ധന്മാർ. ശീലം, ക്യാരക്ടർ ഉള്ളവർ, വിശ്വസിക്കാവുന്ന, എന്താ പറയുക, കാലം കൊണ്ട് തെളിയിച്ച ക്യാരക്ടർ ഉള്ളവർ. തൽക്കാലം ആരുടെയെങ്കിലും മുമ്പിൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്നവരല്ല, കാലത്താൽ തെളിയിക്കപ്പെട്ടതായിട്ടുള്ള ആ വൃത്തി, അതാണ് ശീലവൃദ്ധന്മാര്. അപ്പൊ അങ്ങനെയുള്ള ധർമ്മതത്വങ്ങളൊക്കെ അറിയുന്നവരും നല്ല ക്യാരക്ടർ ഉള്ളവരുമായിട്ടുള്ള ആളുകളെ സേവിക്കും രാമൻ. ജ്ഞാനവൃദ്ധന്മാരെന്ന് പറഞ്ഞാൽ അറിവ് കൊണ്ട് വൃദ്ധിയെ പ്രാപിച്ചവര്, അറിവ് കൂടുതലുള്ളതായിട്ടുള്ള ആളുകളെ എപ്പോഴും സേവിക്കും. വയോവൃദ്ധന്മാരെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എക്സ്പീരിയൻസ് കൂടുതലുള്ളവരാണ്, വയസ്സുകൊണ്ട് വൃദ്ധിയുള്ളവര്, അല്ലെ? നമ്മളെക്കാൾ 10 വർഷം വൃദ്ധിയുള്ളവരാണെന്ന് പറഞ്ഞാൽ, വൃദ്ധന്മാരാണെന്ന് പറഞ്ഞാൽ അവർക്ക് അത്രയും ജീവിത അനുഭവങ്ങൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവരെയൊക്കെ സേവിക്കുക എന്നുള്ളത്. അതുപോലെ സജ്ജനങ്ങളെയൊക്കെ സേവിക്കുക. അപ്പൊ ഈ കഥയന്നാസ്തേ, അവരോടൊക്കെയാണ് സംഭാഷണം ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും അദ്ദേഹം പാഴാക്കി കളയില്ല. വൃദ്ധന്മാരെ അവഗണിക്കുക എന്നാണ് ഇന്നത്തെ ജനറേഷൻ, അല്ലെ? അവര് രാമനെ കണ്ട് പഠിക്കട്ടെ, അവർക്ക് ജീവിതത്തിൽ വിജയമുണ്ടാവാൻ, അറിവുണ്ടാവാൻ, എല്ലാ തരത്തിലും ആ അറിവുള്ളവരെ സേവിക്കാൻ, മുതിർന്നവരെ സേവിക്കാനുള്ള ആ പാഠം രാമനിൽ നിന്ന് എല്ലാവർക്കും എന്താ പറയുക, പഠിക്കാൻ കഴിയട്ടെ. ബുദ്ധിമാൻ മധുരാഭാഷി പൂർവഭാഷി പ്രിയംവദഃ വീര്യവാൻ ന ച വീര്യേണ മഹദാസ്വേന വിസ്മിതഃ. ബുദ്ധിമാനാണ്, വളരെ വിവേകമുള്ളവനാണ് രാമൻ എന്ന് പറഞ്ഞാൽ. ഏത് കാര്യത്തിലും നല്ല വകതിരിവുണ്ട്, കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ളതായിട്ടുള്ള പാഠവുമുണ്ട്. അതുപോലെ മധുരാഭാഷി, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുമാറ് മധുരമായിട്ട് ഭാഷണം ചെയ്യുന്നവനാണ്. പൂർവഭാഷി,
ആരോടും ആദ്യമേ സംസാരിച്ച് നയമായി വിനയത്തോടെ സംസാരിക്കുന്ന ആളാണ് പൂർവഭാഷി. പ്രിയംവദ, പ്രിയംവദ എന്നാൽ പ്രിയമായി വദിക്കുന്നവൻ, അവർക്ക് കേൾക്കുന്നവർക്ക് സന്തോഷം ജനിപ്പിക്കുന്ന രീതിയിൽ നന്നായിട്ട് സംസാരിക്കുന്നവൻ. അതുപോലെ അവരുടെ നന്മകളെ മാത്രം എടുത്തു പറയുന്നവൻ എന്നൊക്കെ അർത്ഥമാണ്. അവർക്ക് എന്താണോ ഗുണങ്ങളുള്ളത് അതിനെ എടുത്ത് പുകഴ്ത്തി അവരെ അഭിനന്ദിക്കും. അതുപോലെ വീര്യവാൻ, സ്വയം നല്ല പൗരുഷമുള്ളവനാണ്, ശക്തിയുള്ളവനാണ്. എങ്ങനെയൊക്കെ ഗുണങ്ങളുണ്ടെങ്കിലും സ്വേന മഹതാ വീര്യേണ ന വിസ്മിത, തന്റെ ഈ മഹത്തായ വീര്യം കൊണ്ടോ തനിക്കുള്ള ഈ ഗുണങ്ങളെ കൊണ്ടോ അദ്ദേഹം ഒരിക്കലും വിസ്മിതനല്ല. വിസ്മിതൻ എന്ന് പറഞ്ഞാൽ അഹങ്കാരിയല്ല എന്നർത്ഥം. സ്വയം അഭിമാനം കൊള്ളുന്നവനല്ല. ആ ഒരു പ്രൈഡ് എന്നുള്ളതായിട്ടുള്ള ദോഷം അദ്ദേഹത്തിന് ഇല്ല എന്നർത്ഥം. ഈഗോ ഇല്ല, മറ്റുള്ളവരുടെ മുമ്പില് കേമനാണെന്നുള്ള നാട്യമില്ല. വളരെ വിനയാത്മികനാണ്. നജാനൃതകഥോ വിദ്വാൻ വൃദ്ധാനാം പ്രതിപൂജക അനുരക്ത പ്രജാഭിശ്ച പ്രജാശ്ചാപ്യനുരഞ്ജതേ. നജ അനൃതകഥ, അവൻ അനൃതകഥകൾ പറയില്ല. അമൃതം എന്നാൽ കളവ്, വഞ്ചന, നടക്കാത്ത കാര്യങ്ങള്, പൊങ്ങച്ചം, ഇതൊക്കെ അമൃതങ്ങളാണ്. അപ്പോ അങ്ങനെയല്ല അസത്യങ്ങളോ കളവുകളോ വഞ്ചനകളോ പറയാറില്ല. പറയുന്നത് സത്യമായിരിക്കും. നടക്കുന്ന കാര്യങ്ങളെ അദ്ദേഹം, പ്രായോഗികമായ കാര്യങ്ങളെ പറയുകയുള്ളൂ. അങ്ങനെ അസത്യം പറയാത്തവനും വിദ്വാൻ, എല്ലാ വിദ്യകളിലും പാരംഗതനും, വൃദ്ധാനാം പ്രതിപൂജക, അറിവുള്ളവരെ, വൃദ്ധന്മാരായിട്ടുള്ളവരെ, യോഗ്യരായിട്ടുള്ളവരെയൊക്കെ നല്ലതുപോലെ പൂജിക്കുന്നവനാണ്, അവർക്ക് കീഴടങ്ങി അവരെ സേവിക്കുന്നവനാണ് എന്നർത്ഥം. അതുപോലെ പ്രജാഹ അനുരഞ്ജതേ, തന്റെ രാജ്യത്തിലെ പ്രജകളെ എല്ലാവരെയും രഞ്ജിപ്പിക്കുന്നവനാണ്. രാജാ എന്നുള്ള ശബ്ദത്തിന്റെ അർത്ഥം തന്നെ രഞ്ജിപ്പിക്കുന്നവൻ. ഗഞ്ജനാദ് രാജ എന്നാണ് രാജാ ശബ്ദത്തിനൊരർത്ഥം. അപ്പൊ തന്റെ പ്രജകളെ സന്തോഷിപ്പിക്കുന്നവനാണ്, രാജാവായിരിക്കാൻ യോഗ്യനാണ് എന്നർത്ഥം. അഭിജ പ്രജാഭിഹി അനുരക്ത, പ്രജകള് ഇങ്ങോട്ടും അദ്ദേഹത്തിന്റെ നേരെ അനുരക്തരാണ്. വളരെ സ്നേഹം അദ്ദേഹത്തോട് എല്ലാ പ്രജകൾക്കുമുണ്ട് എന്ന് പറയാം. സാനുക്രോശോജിതക്രോധോ ബ്രാഹ്മണ പ്രതിപൂജക ദീനാനുകമ്പി ധർമ്മജ്ഞോ നിത്യം പ്രഗ്രഹവാൻ ശുചിഃ. സാനുക്രോശ, അനുക്രോശം എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ കരയുമ്പോ ഹൃദയം ആർദ്രമാവുക, അവരുടെ കൂടെ കരയുക, അനുശോചനം ഉണ്ടാവുക, അതാണ് അനുക്രോശം. അപ്പൊ മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ കാണുമ്പോൾ മനസ്സലിയുക, ദയയുണ്ടാവുക, ആദരവുണ്ടാവുക അവരുടെ നേരെ, ആ സിമ്പതി, അതാണ് അനുക്രോശം. അതുപോലെ ജിതക്രോധ, ക്രോധത്തെ ജയിച്ചവനാണ് രാമൻ, ക്രോധം പ്രകടിപ്പിക്കാറില്ല. ബ്രാഹ്മണ പ്രതിപൂജക, അറിവുള്ളവരായ സദാചാരശീലരായിട്ടുള്ള ബ്രാഹ്മണരെ ബഹുമാനിക്കുന്നവനാണ്. ദീനാനുകമ്പി, ദീനന്മാരോട് അനുകമ്പയുള്ളവനാണ്, ആർദ്രതയുള്ളവനാണ്, അവരെ സേവിക്കുന്നവനാണ്. ധർമ്മജ്ഞ, ധർമ്മങ്ങളെല്ലാം അറിയുന്നവനാണ്. പ്രഗ്രഹവാൻ, എല്ലാവരെയും സ്വീകരിക്കുന്നവനാണ്, എല്ലാവർക്കും അഭയം കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ ശീലമാണ്. ആരെയും നിഷേധിക്കില്ല, തള്ളിക്കളയില്ല എന്നർത്ഥമാണ്. ഗ്രഹിക്കുന്നവനാണ് പ്രഗ്രഹവാൻ. ശുചിഹി, ശുചി എന്ന് പറഞ്ഞാൽ നല്ല വാക്കിലും പ്രവൃത്തിയിലും എല്ലാ കാര്യത്തിലും ശുദ്ധിയുള്ളവൻ എന്നൊരർത്ഥം. അത് ഏറ്റവും സ്ഥൂലാർത്ഥമാണ്. സൂക്ഷ്മാർത്ഥത്തിൽ ശുചി എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ മുതലിൽ മനസ്സ് വെക്കാത്തവൻ, അതിലുള്ള സംഘമില്ലാത്തവൻ. മറ്റൊരാളുടെ മുതല് തനിക്ക് ചേരണം എന്ന് വിചാരിക്കുന്നത് ഏറ്റവും വലിയൊരു അശുദ്ധിയാണ്, അല്ലെ? തനിക്ക് അർഹതയില്ലാത്തത് മറ്റൊരാളുടെ മുതല് നമ്മൾക്ക് സ്വന്തമാക്കുക എന്നുള്ള ഒരു കളങ്കമാണത്. ആ കളങ്കമില്ലാത്തവനാണ് ശുചി എന്ന് പറയുന്ന വാക്കിന് ഇവിടെ മറ്റൊരാളുടെ മുതലിനെ കൊതിക്കാത്തവനാണ് രാമൻ, ശുചി. കുലോചിതമതി ക്ഷാത്രം ധർമ്മം സ്വംബഹു മന്യതേ മന്യതേ പരയാ കീർത്യാ മഹൽ സ്വർഗബലം തതഃ. കുലോചിതമതി എന്ന് പറഞ്ഞാൽ തന്റെ വംശത്തിന്റെ ഉചിതമായിട്ടുള്ള, സൂര്യവംശത്തിന് ഉചിതമായിട്ടുള്ള ബുദ്ധിയോടുകൂടിയവൻ എന്നർത്ഥം. സൂര്യവംശം വളരെ പ്രഗത്ഭരെ കൊണ്ട് നിറഞ്ഞതാണ്. സൂര്യവംശ രാജാക്കന്മാരൊക്കെ വീര്യന്മാരും പരാക്രമികളും സത്യസന്ധന്മാരും ദേവന്മാരെ പോലും സഹായിക്കുന്നവരുമാണ്. ഒരുപാട് സൂര്യവംശ രാജാക്കന്മാർ ദേവേന്ദ്രന്റെ അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് സ്വർഗത്തിൽ ചെന്ന് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്ത് അസുരന്മാരെ നിഗ്രഹിക്കുകയും മറ്റൊക്കെ ചെയ്തു കൊടുത്തിട്ടുള്ളവരാണ്. അപ്പൊ അങ്ങനെ വളരെ പ്രശസ്തരായിട്ടുള്ള മഹാത്മാക്കളാണ് സൂര്യവംശത്തിലെ, രാജർഷികളാണ്. അപ്പൊ അവരുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നവനാണ് രാമനും അർത്ഥം. അതാണ് കുലോചിതമതി,
പരയാ കീർത്തിയ മഹത് സ്വർഗബലം മന്യതേ. അദ്ദേഹത്തിന് കീർത്തി, പരമമായിട്ടുള്ള കീർത്തിയുണ്ട്. അത് സ്വർഗത്തിന് തുല്യമായിട്ട് ആ കീർത്തിയെ സംരക്ഷിക്കുന്നവനാണ് എന്നാണ്. തതഃ സ്വം ക്ഷാത്രം ധർമ്മം ബഹുമന്യതേ. അതുകൊണ്ട് തന്നെ തന്റെ ക്ഷത്രിയ ധർമ്മത്തെ അദ്ദേഹം ബഹുമാനിക്കുന്നു, ക്ഷത്രിയ ധർമ്മത്തെ പരിപാലിക്കുന്നു. ക്ഷത്രിയന്റെ ധർമ്മത്തിൽ മുഖ്യമായിട്ടുള്ളത് മറ്റുള്ളവരുടെ എന്താ പറയുക, അവർക്ക് അഭയം കൊടുക്കുകയും അവരുടെ പ്രശ്നങ്ങളെ പരിഹരിച്ചു കൊടുക്കുകയും എല്ലാവരുടെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുകയുമാണ്. അതിലൊക്കെ അദ്ദേഹം കമ്മിറ്റഡ് ആണ് എന്നർത്ഥം. സ്വാർത്ഥന്മാരായിരിക്കില്ല ക്ഷത്രിയന്മാര്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാണത്യാഗം ചെയ്യാൻ പോലും തയ്യാറുള്ളവരാണ്. വിരുദ്ധഗതാരുചി ഉത്തരോത്തരയുക്തൗ ച ഭക്താവാചസ്പതിർയദാ അശ്രേയസീ നരദഃ എന്ന് പറഞ്ഞാൽ ശ്രേയസ് എന്ന് പറഞ്ഞാൽ സൽക്കർമ്മങ്ങള്, നമ്മളെ ശ്രേയസിലേക്ക് നയിക്കുന്ന പുണ്യകർമ്മങ്ങള്. അശ്രേയസ് എന്ന് പറഞ്ഞാൽ അതിന് ഓപ്പോസിറ്റ് പാപകർമ്മങ്ങള്, ശ്രേയസിലേക്ക് നയിക്കാത്തത്. അങ്ങനെയുള്ള കാര്യത്തിൽ ഒരു താല്പര്യമില്ല. എന്നാ രഥഃ, അപ്പോ തെറ്റായ മാർഗത്തില് ഒരു രുചിയും അദ്ദേഹത്തിനില്ല, അതിൽ പ്രവേശിക്കാത്തവനാണ്. വിരുദ്ധ കഥാരുചിഹി ന, വിരുദ്ധങ്ങൾ, ധർമ്മവിരുദ്ധങ്ങളായ കഥകൾ, അങ്ങനെയുള്ള സല്ലാപങ്ങൾ, സംഭാഷണങ്ങൾ, അതിലൊന്നും ഒരു താല്പര്യവുമില്ല. കാരണം അങ്ങനെയുള്ള സംഭാഷണങ്ങൾ ഉണ്ടായാൽ തന്നെ നമ്മുടെ മനസ്സ് അധാർമികമായി മാറും. മറ്റുള്ളവർ അധർമ്മം പറയുന്നത് നമ്മൾ കേട്ടുകഴിഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സ് കലുഷിതമാകും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും രുചിയില്ല അദ്ദേഹത്തിന്. ഉത്തരോത്തരയുക്തൗച വക്താവാചസ്പതിഹീയതാ. അപ്പോ ഓരോരുത്തരോടും സംഭാഷണം ചെയ്യുമ്പോൾ ഉത്തരോത്തര യുക്തി, പരസ്പര ബന്ധത്തോടുകൂടെ ഒരാൾ സംഭാഷണം ചെയ്യുന്നതിന് ബന്ധമില്ലാതെ സംസാരിക്കില്ല, യുക്തിപൂർവം മറുപടി കൊടുക്കുക. അതിൽ വക്ത സംസാരിക്കുമ്പോൾ വാചസ്പതിഹീയത എന്ന് പറഞ്ഞിട്ട്, വാചസ്പതി എന്ന് പറഞ്ഞാല് ബൃഹസ്പതി, ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതിയാണ്. മഹാപണ്ഡിതനായിട്ടുള്ള ആ ഗുരുക്കന്മാർക്കും ഗുരുവായിരിക്കുന്ന സാക്ഷാൽ ബൃഹസ്പതിയെ പോലെ നന്നായിട്ട് വാക്കുകൾ പ്രയോഗിക്കാൻ സാമർഥ്യമുള്ളവൻ, സംവാദങ്ങളൊക്കെ അർത്ഥവത്താക്കി തീർക്കുന്നവൻ എന്നർത്ഥം. അരോഗസ്തരുണോ വാഗ്മീ വപുഷ്മാൻ ദേശകാലവിത് ലോകേ പുരുഷസാരജ്ഞഃ സാധുരേകോ വിനിർമ്മിതഃ. അരോഗഃ, അരോഗഃ രോഗമൊന്നും ബാധിക്കാത്ത ദൃഢഗാത്രനാണ്, അല്ലെ, ആരോഗ്യമുള്ളവനാണ്. തരുണഃ നല്ല യൗവനത്തിലുള്ളവനാണ്, നല്ല പോലെ യൗവനം സംരക്ഷിക്കുന്നവരാണ്. വാഗ്മി നന്നായി സംസാരിക്കാൻ കഴിവുള്ളവനാണ്. വപുഷ്മാൻ, വപുഷ്മാൻ എന്ന് പറഞ്ഞാല് ലോകത്തില് സാക്ഷാൽ മഹാവിഷ്ണു തന്നെ രൂപമെടുത്ത് വന്നിരിക്കുന്നു എന്നാണ് ഈ വപുഷ്മാൻ എന്നുള്ള. വാഗ്മി വപുഷ്മാൻ വിനിർമ്മിത. വാഗ്മി എന്നുള്ളതിന് വിഷ്ണു എന്ന് അർത്ഥമുണ്ട്. അപ്പൊ വിഷ്ണു വപുസ്സോടുകൂടി ശരീരമെടുത്ത് വന്നിരിക്കുന്നത് പോലെ അവതരിച്ചവനായിട്ട് നിർമ്മിതനാണ്, എല്ലാവരാലും ആദരിക്കപ്പെടുന്നവനാണ് എന്ന് താല്പര്യം. പുരുഷസാരജ്ഞ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ബലാ അബലങ്ങൾ, അവരുടെ ദൗർബല്യങ്ങൾ, അവരുടെ ഹൃദയത്തിലിരിപ്പ്, മനസ്സിലിരിപ്പ് എല്ലാം ഗ്രഹിക്കാനുള്ള പാഠവം. അപ്പൊ അന്യനെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യണം, ഒരാളെ വിലയിരുത്താനുള്ള സാമർഥ്യം അദ്ദേഹത്തിന് നല്ലതുപോലെ ഉണ്ട് എന്നർത്ഥം. ഏകഃ സാധുഹു, ഏകനാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് തുല്യനായിട്ട് വേറൊരാളില്ല. സാധു എന്ന് പറഞ്ഞാൽ സദാചാരം, പുണ്യകർമ്മങ്ങളിൽ മാത്രം മുഴുകുന്നതായുള്ള സ്വഭാവം, ഇതെല്ലാമുള്ള സാക്ഷാൽ വിഷ്ണു രൂപമെടുത്ത് വന്നതുപോലെ ഉള്ളവനാണ് എന്ന് താല്പര്യം. സദുശ്രേഷ്ഠൈർഗുണൈർയുക്തഃ പ്രജാനാം പാർത്ഥിവാത്മജഃ ബഹിശ്ചരൈവ പ്രാണോ ബഭൂവ ഗുണവത്തരഃ. ആ പാർത്ഥിവാത്മജഃ എന്ന് പറഞ്ഞ രാജാവിന്റെ പുത്രൻ, പാർത്ഥിവൻ എന്നാൽ രാജാവാണ്. ആ രാജപുത്രൻ, ദശരഥപുത്രനായിട്ടുള്ള രാമൻ ഗുണവത്തരഃ, ഗുണങ്ങളെ കൊണ്ടെല്ലാം ശ്രേഷ്ഠനായിരുന്നു. ശ്രേഷ്ഠൈഹി ഗുണൈഹി യുക്തഃ, എല്ലാ ശ്രേഷ്ഠ ഗുണങ്ങളെ കൊണ്ടും ചേർന്നവനാണ്. സഹ പ്രജാനാം ബഹിശ്ചരഃ പ്രാണൈവ ബഭൂവ. അങ്ങനെയുള്ള അദ്ദേഹം ആ നാട്ടിലെ പ്രജകൾക്ക് എല്ലാവർക്കും അവരുടെ ബഹിശ്ചരനായ പ്രാണനെ പോലെ ഭവിച്ചു. എന്നാൽ നമുക്കൊക്കെ നമ്മുടെ പ്രാണൻ എത്ര പ്രിയപ്പെട്ടതാണ്. നമ്മുടെ ശരീരത്തിലാണ് പ്രാണനുള്ളത്. ആ പ്രാണൻ പുറത്ത്
നമുക്ക് പ്രിയപ്പെട്ടവരൊക്കെ നമുക്ക് ബഹിഷ്ഠര പ്രാണന്മാരാണ്, അല്ലെ? ഒരു ഭാര്യയ്ക്ക്, പതിവ്രതയായുള്ള ഭാര്യയ്ക്ക് ഭർത്താവ് പുറത്തുള്ള പ്രാണനാണ്. ഭർത്താവ് നല്ല സ്നേഹവാനായിട്ടുള്ള ഭർത്താവിന് ഭാര്യ പുറത്തുള്ള പ്രാണനാണ്. നീ എനിക്ക് എന്റെ പ്രാണനെ പോലെയാണെന്ന് പരസ്പരം പറയാറുണ്ട്, അല്ലെ? സഹോദരന്മാർ തമ്മിൽ അങ്ങനെ പ്രാണനെ പോലെ സ്നേഹിക്കാം. അച്ഛനമ്മമാര് നമുക്ക് പ്രാണനെ പോലെയാണ്. അങ്ങനെ നമ്മുടെ സുഹൃത്തുക്കൾ നമുക്ക് പ്രാണനെ പോലെയാണ് എന്ന് പറയാണ്. അപ്പൊ ബഹിഷ്ഠര പ്രാണ, പുറത്തുള്ള ഒരു പ്രാണനെ പോലെയാണ് പ്രജകൾക്ക് രാമൻ. രാമൻ പോയാൽ അവരുടെ പ്രാണൻ പോയതുപോലെയാണ് എന്ന് താല്പര്യം. സമ്യക് വിദ്യാവ്രതസ്നാതോ യഥാവത് സാംഗവേദവിദ് വിശ്വസ്ത്രേ ച പിതുശ്രേഷ്ഠോ ബഭൂവ ഭരതാഗ്രജഃ. ആ ഭരതന്റെ ജ്യേഷ്ഠനായിട്ടുള്ള രാമൻ സമ്യക് വിദ്യാവ്രത സ്നാത, സമ്യക് വേണ്ടതുപോലെ വഴി പോലെ വിദ്യകളിൽ വ്രതത്തോടുകൂടെ എന്ന് വെച്ചാൽ കമ്മിറ്റഡ് ആയിട്ട് വിദ്യകളെല്ലാം അഭ്യസിച്ച് സ്നാത എന്ന് പറഞ്ഞാലോ എല്ലാ വിദ്യകളും പഠിച്ച് കുളിച്ചവൻ എന്നർത്ഥം. സ്നാതൻ അതിൽ മുഴുകിയവൻ, അല്ലെങ്കിൽ എന്താ പറയാ, വിദ്യകളൊക്കെ പഠിച്ചു കഴിഞ്ഞ് അവസാനത്തെ ഒരു കുടി, അവഭൃത സ്നാനം പോലൊരു സ്നാനം. അങ്ങനെ സ്നാനം ചെയ്തവരാണ് നിഷ്ണാതൻ എന്ന് പറയുന്നത്. നിതരാം സ്നാത, നന്നായി സ്നാനം ചെയ്തവൻ, ആ കാര്യത്തിൽ മുഴുകി കുളിച്ചവൻ എന്ന അർത്ഥമാണ്. വ്രതങ്ങൾ പൂർത്തിയാക്കുന്നതിന്റെ പ്രതീകമായിട്ടാണ് കുളി. നമ്മളിപ്പോ ഒരു വ്രതം എടുത്തു കഴിഞ്ഞാല് അത് പൂർത്തിയാക്കുമ്പോൾ ഒരു അവഭൃത സ്നാനമുണ്ട്. ഇപ്പൊ സപ്താഹം നടത്തിയാൽ 7 ദിവസം കഴിഞ്ഞാൽ അവഭൃത സ്നാനം, ആ വ്രതപൂർത്തീകരണമാണ്. ഏതെങ്കിലും ഒരു യജ്ഞം നടത്തിയാൽ അതിന് അവഭൃത സ്നാനമുണ്ട്, ആ വ്രതപൂർത്തീകരണമാണ്. അതുപോലെ ബ്രഹ്മചര്യം വ്രതം വിദ്യാഭ്യാസത്തിനുള്ള കാലമാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് വിദ്യാഭ്യാസം കഴിഞ്ഞൊരു കുളി അതിന്റെ പ്രതീകമാണ്. അപ്പോഴാണ് ക്ഷൗരമൊക്കെ പൂർണ്ണമായിട്ട് ചെയ്യുക, തലമുടിയൊക്കെ വെട്ടി താടിയൊക്കെ കളഞ്ഞ് നല്ല രീതിയിലൊന്ന് കുളിക്കുന്നത് അപ്പോഴാണ്. അതുവരയ്ക്കും ഒരു ബ്രഹ്മചാരി സന്യാസിയെ പോലെ ഗുരുകുലത്തില് ഗുരുവിനെ സേവിച്ചുകൊണ്ട് കമ്മിറ്റഡ് ആയിട്ടൊരു തപസ്വിയാണ്. ഇവിടെ സ്നാതഹ എന്ന് അങ്ങനെ എല്ലാ വ്രതങ്ങളെയും പൂർത്തീകരിച്ച് കുളിച്ചവനാണ്. യഥാവത് സംഘവേദവിത്, സാംഗം എന്ന് പറഞ്ഞാൽ അംഗങ്ങളോടുകൂടിയ വേദം. അപ്പോ വേദത്തിന്റെ അംഗങ്ങളാണ് ജ്യോതിഷം, നിരുക്തം, ഛന്ദസ് മുതലായിട്ടുള്ളതായിട്ടുള്ള ആ ഷഡ് അംഗങ്ങൾ. ആ വേദങ്ങളുടെ അംഗങ്ങളോടുകൂടെ വേദങ്ങളെ വേണ്ട പോലെ പഠിച്ചിട്ടുണ്ട്. വിശ്വസ്ത്രേ പിതുഹൂച്ച ശ്രേഷ്ഠ ബഭൂവ. ഇഷു അസ്ത്രപ്രയോഗങ്ങൾ, ആയുധവിദ്യയില് ബാണങ്ങളൊക്കെ പ്രയോഗിക്കുന്നതില് അച്ഛനേക്കാൾ ശ്രേഷ്ഠനായിരുന്നു. പിതുഹു ശ്രേഷ്ഠ ബഭൂവ, പിതാവായ ദശരഥനേക്കാൾ കേമനായി ഭവിച്ചു. എല്ലാവർക്കും ആ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ ഇതൊക്കെ ഈ ഗുണങ്ങളെ കൊണ്ടൊക്കെ ഈ അയോധ്യയിലെ പ്രജകൾക്ക് മുഴുവൻ രാമൻ എത്ര പ്രിയങ്കരനായി തീരുന്നു. അവരെല്ലാം രാമനെ രാജാവായി കാണാൻ കൊതിക്കുകയാണ്. അതിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വർണ്ണിക്കുന്നത് എന്നർത്ഥം. രാമന്റെ ഈ ഗുണങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ ദശരഥൻ എന്താ പറയാ, രാമനാൽ ഔട്ട്ഷൈൻ ചെയ്യപ്പെടുകയാണ്. രാമൻ സൂര്യനെ പോലെ തിളങ്ങുമ്പോ നക്ഷത്രം പോലെയാവുന്നു. സൂര്യൻ പ്രകാശിക്കുമ്പോൾ മറ്റു നക്ഷത്രങ്ങൾ പ്രകാശിക്കാത്തത് പോലെ ദശരഥൻ മങ്ങിപ്പോകുന്നു. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും രാമന്റെ ഗുണങ്ങളെ എണ്ണി എണ്ണി പറയുന്നത് എന്ന് പറയാം. അപ്പോ വിശ്വസ്ത്രേ പിതുഹു ശ്രേഷ്ഠ ബഭൂവ. കല്യാണാഭിജനസാധുഹു അധീനഃ സത്യഭാഗൃജുഹു വൃദ്ധൈരഭിവിനീതശ്ച ദ്വിജൈർധർമാർത്ഥദർശിഭിഃ. സാധു സാധു എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പല അർത്ഥങ്ങളാണ് ഈ സാധു ശബ്ദത്തിന്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവർ, പരകാര്യം സാധ്നോതി. അപ്പൊ മറ്റുള്ളവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ ത്യാഗസന്നദ്ധനാണ്, സത്കുലജാതനാണ്, സദാചാര നിരതനാണ് സാധു എന്നുള്ള വാക്കിന് അനേക അർത്ഥങ്ങൾ. കല്യാണാഭിജനഃ, കല്യാണങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല മംഗളങ്ങളായിട്ടുള്ള സ്വഭാവം കൊണ്ട് ജനിച്ചവൻ എന്നർത്ഥം. അഭിജനൻ എന്ന് പറഞ്ഞാൽ അഭിജാതൻ. അപ്പൊ നൈസർഗികമായി തന്നെ എല്ലാ നല്ല ശീലങ്ങളും അദ്ദേഹത്തിനുണ്ട്. അത് കൃത്രിമമായി ഉണ്ടാക്കിയതല്ല, വളർത്തിയെടുത്തതല്ല, ജന്മനാ തന്നെ നല്ല ഗുണങ്ങളൊക്കെ അദ്ദേഹത്തിലുണ്ട് എന്നർത്ഥം. അധീനഃ, അധീനൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ദൈന്യം പ്രകടിപ്പിക്കില്ല. ദൈന്യം എന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്തവൻ, പരവശൻ, ഉത്സാഹമില്ലാത്തവൻ എന്നൊക്കെ അർത്ഥമാണ്. അങ്ങനെയുള്ള ഒരു ഭാവമേൽ എപ്പോഴും എന്തൂസിയാസ് അല്ലെങ്കിൽ എനർജറ്റിക് ആയിട്ട് പ്രകടമാവും എന്നർത്ഥം. അധീനഃ ഋജുഹു, ഋജുഹു സത്യസന്ധനായി, നേദേവ നേദേപോ എന്നുള്ള ഏത് കാര്യത്തിലും
വളച്ചുകെട്ടില്ല, വക്രഗതിയില്ലാത്തവൻ, കാപട്യമില്ലാത്തവൻ എന്നൊക്കെ അർത്ഥം. സത്യവാക്ക്, സത്യം മാത്രമേ അദ്ദേഹത്തിന്റെ വായിൽ വാക്കായിട്ട് വരുള്ളൂ. ധർമാർത്ഥദർശിഭിഹി ദ്വിജൈഹി വൃദ്ധൈഹി അഭിവിനീതഃ. ധർമ്മം, അർത്ഥം മുതലായ പുരുഷാർത്ഥങ്ങളെ കുറിച്ച് അറിവുള്ളവരായ ദർശികളായ ദ്വിജൈഹി ബ്രാഹ്മണരുമായിട്ടും വൃദ്ധൈഹി വൃദ്ധന്മാരാലും അഭിവിനീതഃ നല്ലതുപോലെ ശിക്ഷിക്കപ്പെട്ടവൻ അഥവാ പരിശീലിക്കപ്പെട്ടവൻ എന്നർത്ഥം. നല്ല അറിവുള്ളവർ അദ്ദേഹത്തിന് വേണ്ടതെല്ലാം പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. ധർമ്മകാമാർത്ഥ തത്വജ്ഞഃ സ്മൃതിമാൻ പ്രതിഭാനവാൻ ലൗകികേ സമയാചാരേ കൃതകൽപോ വിശാരദഃ. സ്മൃതിമാൻ, നല്ല സ്മൃതിയുള്ളവനാണ്, ഓർമ്മശക്തിയുള്ളവനാണ്. ഏത് കാര്യവും ഒരിക്കൽ കേട്ടുകഴിഞ്ഞാല് ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത രീതിയിൽ ആ ഒരു ഓർമ്മ വെക്കാൻ കഴിവുള്ളവനാണ്. വേണ്ട കാര്യങ്ങളൊക്കെ വേണ്ടപ്പോ ഓർമ്മ വരുന്നർത്ഥം അല്ലെ. നമുക്കൊന്നും ആവശ്യമുള്ളതൊന്നും ആവശ്യമുള്ളപ്പോ ഓർമ്മ വരില്ല. അപ്പോ അങ്ങനെയല്ല, അത് വേണ്ടപ്പോ വേണ്ടതെല്ലാം ഓർമ്മ വരുന്ന ആളാണ്. പ്രതിഭാനവാൻ, പ്രതിഭാനവാൻ എന്ന് പറഞ്ഞാല് നല്ല പ്രതിഭയോട് കൂടിയവൻ. വേണ്ടപ്പോ അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ ഗ്രഹിക്കാൻ സാമർഥ്യമുള്ളവൻ എന്നൊക്കെ അർത്ഥമാണ്. നവനവങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള പാഠവം ഉള്ളവൻ, ബുദ്ധി ചാതുര്യമുള്ളവൻ പ്രതിഭാനവാൻ. ധർമ്മകാമാർത്ഥ തത്വജ്ഞഃ, ധർമ്മം, കാമം, അർത്ഥം മുതലായ പുരുഷാർത്ഥങ്ങളെ കുറിച്ച് നല്ല അതിന്റെ തത്വം എന്താണെന്ന് ബോധ്യമുള്ളവൻ. അത് എന്തിനു വേണ്ടിയിട്ടാണ്? പരമപുരുഷാർത്ഥം മോക്ഷമാണ്. ആ മോക്ഷത്തിനെ സഹായിക്കാനുള്ള എന്താ പറയാ അടിത്തറയാണ് ധർമാർത്ഥ കാമങ്ങളാകുന്ന 3 പുരുഷാർത്ഥങ്ങൾ. അപ്പൊ അതിന്റെ പരിമിതി, എത്ര വരെയൊക്കെ അതിന്റെ പ്രയോഗം എന്നെല്ലാം അതിന്റെ രഹസ്യങ്ങൾ, തത്വങ്ങളെല്ലാം അറിയുന്നവനാണ്. ധർമ്മകാമാർത്ഥ തത്വജ്ഞഃ ലൗകികേ സമയാചാരേ വിശാരദഃ. ലോകത്തിൽ വ്യവഹാരത്തിൽ നല്ല വിശാരദനാണ് എന്നർത്ഥം. എന്തൊക്കെയാണോ പ്രായോഗികമായിട്ട് ആരോടൊക്കെ എങ്ങനെയൊക്കെ പെരുമാറണോ അതിലൊക്കെ വിശാരദനാണ്. കൃതകൽപഃ, അദ്ദേഹത്തെ മറ്റുള്ളവർ ഒരു മാതൃകയാക്കി ചെയ്യുന്നു, അങ്ങനെ മാതൃകയാക്കാവുന്ന ഒരാളാണ് എന്നർത്ഥം. കൃതകൽപഃ. നിഭൃതഃ സംവൃതാകാരോ ഗുപ്തമന്ത്രസഹായവാൻ അമോഘ ക്രോധ ഹർഷശ്ച ത്യാഗ സംയമകാലവിത്. നിഭൃതഃ എന്ന് പറഞ്ഞാൽ നല്ല വിനയത്തോടു കൂടിയവൻ എന്നർത്ഥമാണ്. നന്നായി മറ്റുള്ളവരെ സേവിക്കുന്നവൻ. സംവൃതാകാരഃ, തന്റെ ആകാരത്തെ മറച്ചു വെക്കുന്നവൻ എന്ന് പറഞ്ഞാൽ തന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് പ്രകടിപ്പിക്കാതിരിക്കാനുള്ള ഗാംഭീര്യം, ഗൗരവം, അതൊക്കെ സൂക്ഷിക്കാൻ കഴിവുള്ളവനാണെന്നർത്ഥം. സമൃദ്ധാകാരഃ, അല്ലാതെ പ്രകടിപ്പിച്ചുകൊണ്ട് നടക്കുകയല്ല എല്ലാം. ഗുപ്തമന്ത്രഃ, ഇവിടെ മന്ത്രം എന്ന് പറഞ്ഞാല് മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ, മന്ത്രണം ചെയ്യുന്ന കാര്യങ്ങൾ രഹസ്യമാക്കി വെക്കുക. അപ്പൊ താൻ ഉദ്ദേശിച്ച കാര്യം അത് പൂർത്തീകരിക്കുന്നത് വരെ രഹസ്യങ്ങളൊന്നും ആരോടും പറയാതിരിക്കുക. അത് ഗോപനം ചെയ്യാനുള്ള സാമർഥ്യം. അപ്പൊ രഹസ്യങ്ങളാക്കി വെക്കേണ്ടതാണ്. അതുപോലെ പൊങ്ങച്ചം കാണിക്കാതെ നടക്കേണ്ടതാണ്. അതാണ് സമൃദ്ധാകാരഃ ഗുപ്ത മന്ത്രഃ എന്നൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സഹായവാൻ, സഹായവാൻ ആരൊക്കെ വേണമെങ്കിൽ തന്നെ സഹായിക്കാൻ ഇഷ്ടംപോലെ ആളുകളുണ്ട്. കാരണം എല്ലാവരുടെയും പ്രീതി പിടിച്ചു പറ്റിയിട്ട് അപ്പൊ ഏത് കാര്യവും വേണമെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടം പോലെ സഹായികളുണ്ട്. അമോഘ ക്രോധ ഹർഷ, അദ്ദേഹത്തിന്റെ ക്രോധവും ഹർഷവും ഒരിക്കലും മോഘമാവില്ല. മോഘം എന്നാൽ വ്യർത്ഥമാവുക. അപ്പൊ ക്രോധിച്ചാൽ തീർച്ചയായിട്ടും അതിന്റെ ഫലം കാണും. ആരുടെ നേരെയാണോ ക്രോധിച്ചത് അവരെ നിഗ്രഹിച്ചിരിക്കുന്ന അർത്ഥം. അത്രയും ഇതായിട്ടുള്ള വെറുതെ ക്രോധിക്കുന്ന ആളല്ല. നിഷ്ഫലമാകാത്ത ക്രോധത്തോടും ഹർഷം, സന്തോഷത്തോടും കൂടിയവൻ. ത്യാഗ സംയമകാലവിത്ത്, എപ്പോ ഏത് വസ്തുവിനെ ത്യജിക്കണം, എപ്പോൾ സംയമിക്കണം, ഏതിനെ ഉള്ളിലേക്ക് അടക്കണം, ഏതിനെ ഉപേക്ഷിക്കണം. അപ്പൊ അങ്ങനെ ത്യാജ്യഗ്രാഹ്യ ബുദ്ധി, അത് വേണ്ടപ്പോ വേണ്ടത് എതിനെ ത്യജിക്കണം, എതിനെ ഗ്രഹിക്കണം എന്നുള്ളതായിട്ടുള്ള ബോധം നല്ലതുപോലെയുണ്ട് എന്നർത്ഥം. അപ്പൊ ധനം വ്യയം ചെയ്യുക, ധനത്തെ വ്യയം ചെയ്യാതെ പിടിച്ചു വെക്കുക, അല്ലെ? നല്ല എന്താ പറയുക, ദാരിദ്ര്യ കാലത്ത് അല്ലെങ്കിൽ സീസൺ അല്ലാത്ത കാലത്ത് വേണ്ടത് സംരക്ഷിക്കുക, സീസൺ ആയിട്ടുള്ള കാലത്ത് എല്ലാം വ്യയം ചെയ്യുക. ഇതൊക്കെ അറിഞ്ഞിരിക്കണം നമുക്ക്, എങ്ങനെയാണ് ഓരോന്നും വിനിയോഗിക്കേണ്ടത് എന്ന്. എങ്ങനെയാണോ സൂര്യൻ സംയമം ചെയ്യുന്നുണ്ട്,
ജലാശയങ്ങളിൽ നിന്ന് ജലത്തെ സ്വീകരിക്കുന്നുണ്ട്, ബാഷ്പീകരിച്ച് മേഘങ്ങളാക്കി മാറ്റിവെക്കുന്നു. എന്നിട്ടോ വേണ്ട സമയത്ത് ത്യജിക്കുന്നു, മഴ പെയ്യിക്കുന്നു. അല്ലെ? അപ്പൊ യഥാകാലം എങ്ങനെയാണോ സൂര്യൻ ജലാശയങ്ങളിൽ നിന്ന് ജലത്തെ സ്വീകരിച്ച് ആവശ്യമുള്ളിടത്ത് മഴയായിട്ട് ചൊരിയുന്നത്, അതുപോലെ ആയിരിക്കണം ഒരു രാജാവും. പ്രജകൾക്ക് നല്ല സമൃദ്ധി ഉണ്ടാവുമ്പോൾ അവരിൽ നിന്ന് ധാരാളം സംഭരിച്ച് ഖജനാവ് നിറയ്ക്കണം. ദാരിദ്ര്യം വരുന്നതായിട്ടുള്ള സമയത്ത് അതിനെ വേണ്ട പോലെ പക്വമായിട്ട് ആവശ്യമുള്ളിടത്തൊക്കെ വിനിയോഗിക്കണം. ഇതൊക്കെ രാജാക്കന്മാർക്ക് ഉണ്ടാവേണ്ട ഗുണം. ഇതൊക്കെ പ്രകൃതിയിൽ നിന്ന് പഠിക്കാനുള്ളതാണ്. സൂര്യനിൽ നിന്നും ചന്ദ്രനിൽ നിന്നും മേഘങ്ങളിൽ നിന്നും സസ്യജാലങ്ങളിൽ നിന്നും എല്ലാറ്റിൽ നിന്നും പഠിക്കാനുള്ളതാണ്. അപ്പൊ അത് രാമൻ പഠിച്ചു വെച്ചിട്ടുണ്ട് എന്നർത്ഥം. യാഗസംയമ കാലവിത്ത്, യഥാകാലം എന്ത് ചെയ്യണമെന്ന് അറിയാം. ദൃഢഭക്തി സ്ഥിരപ്രജ്ഞോ നാസദ്ഗ്രാഹി ന ദുർവചാഃ നിസ്തന്ത്രി അപ്രമത്തശ്ച സ്വദോഷ പരദോഷവിത്ത്. ദൃഢഭക്തി, നല്ല ഉറച്ചതായിട്ടുള്ള ഭക്തി ഈശ്വരനിലും ഗുരുക്കന്മാരിലും ഉള്ളവനാണ്. സ്ഥിരപ്രജ്ഞ, അദ്ദേഹത്തിന്റെ ബോധം, പ്രജ്ഞ നല്ല ഉറപ്പുള്ളതാണ്, ശരിയായ അറിവുള്ളവനാണ് എന്നർത്ഥം. അസദ്ഗ്രാഹി ന, അസത്തുക്കളെ ഗ്രഹിക്കുന്നവനല്ല, ദുഷ്ടജനങ്ങളെ അദ്ദേഹം സ്വീകരിക്കുകയില്ല, അകറ്റി നിർത്തും എന്നർത്ഥം. ദുർവചാഹന, ദുർവാക്കുകൾ പറയുന്നവനല്ല, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതോ തെറ്റായതോ ആയിട്ടുള്ള അസത്യങ്ങളോ ആയിട്ടുള്ള ദുർവചനങ്ങൾ ഒരിക്കലും പറയാത്തവനാണ്. നിസ്തന്ത്രിഹി, തന്ത്ര എന്ന് പറഞ്ഞാൽ ആലസ്യമാണ്, ആലസ്യമില്ലാത്തവൻ. നിസ്തന്ത്രിഹി, എപ്പോഴും എന്തൂസിയാസ്റ്റ്, എനർജറ്റിക്, ഉത്സാഹത്തോടു കൂടിയവൻ എന്നർത്ഥം. നിസ്തന്ത്രിഹി. അപ്രമത്ത, ഒന്നിലും പ്രമാദം അഥവാ അശ്രദ്ധ ഇല്ലാത്തവൻ. ഒരു കാര്യത്തിലും വീഴ്ച പറ്റിയിട്ട് എക്സ്ക്യൂസ് പറയുന്ന ആളല്ല. അയ്യോ എനിക്ക് അബദ്ധം അബദ്ധം പറ്റുന്ന ആളല്ല. ജാഗ്രത എപ്പോഴും ഉള്ള ആളാണ്. അലേർട്ട്നെസ്, എല്ലാ കാര്യത്തിലും ജാഗ്രതയോടെ പെരുമാറുന്ന ആളാണ്. അപ്രമത്ത. സ്വദോഷ പരദോഷവിത്ത്, തനിക്ക് നേരിടാവുന്ന ദോഷങ്ങളെക്കുറിച്ചും മറ്റുള്ളവർക്ക് നേരിടാവുന്ന ദോഷങ്ങളെക്കുറിച്ചും അറിവുള്ളവനാണ്. അപ്പൊ താൻ ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ട് തനിക്ക് ഭാവിയിൽ എന്ത് ദോഷം വരും, മറ്റുള്ളവർക്ക് എന്ത് ദോഷം ഉണ്ടാവും എന്നെപ്പോഴും ചിന്തിച്ചുകൊണ്ടേ അദ്ദേഹം പ്രവർത്തിക്കാറുള്ളൂ. ശാസ്ത്രജ്ഞശ്ച കൃതജ്ഞശ്ച പുരുഷാന്തര കോവിദഃ യഃ പ്രഗ്രഹാനുഗ്രഹയോർ യഥാന്യായം വിചക്ഷണഃ. ശാസ്ത്രജ്ഞ, ഇവിടെ ശാസ്ത്രജ്ഞ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ സയന്റിസ്റ്റ് എന്നുള്ള അർത്ഥത്തിലല്ല. നമ്മുടെ ശാസ്ത്രങ്ങൾ സർവവും ശാസ്ത്രങ്ങളാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ജീവിക്കണമെന്ന് ഉപദേശിച്ച് ശാസനാത് ത്രായതേ, ശാസിച്ച് ത്രാണനം ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ശാസ്ത്രങ്ങൾക്ക് ശാസ്ത്രം എന്ന് പറയുന്നത്. അതെല്ലാം അറിയുന്നവൻ. അപ്പൊ മനുഷ്യർക്ക് ജീവിക്കാൻ വേണ്ടതായിട്ടുള്ള എല്ലാ വിദ്യകളും വേണ്ട പോലെ അറിവുള്ളവൻ. കൃതജ്ഞ, എല്ലാ കാര്യങ്ങളിലും മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ നല്ല ബോധ്യമുള്ളവൻ, എല്ലാ കാര്യങ്ങളും റെക്കഗ്നൈസ് ചെയ്യുന്നവൻ എന്നർത്ഥം. പുരുഷാന്തര കോവിദഃ, ഓരോരുത്തരുടെയും സ്വഭാവ വിശേഷങ്ങളെ, പുരുഷന്മാരിലെ അന്തരത്തെ കുറിച്ച് കോവിദ, ആളുകളെ വിലയിരുത്താനും ആളുകളുടെ സ്വഭാവ വിശേഷങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനും കഴിവുള്ളവൻ. യഥാന്യായം പ്രഗ്രഹാനുഗ്രഹയോഹോ വിചക്ഷണഃ, യഥാന്യായം ഏതു പ്രകാരമാണോ ശാസ്ത്രപ്രകാരം, പ്രഗ്രഹം അനുഗ്രഹം, പ്രഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ഒരാളെ സ്വീകരിക്കുക, ഒരാളെ മിത്രമായി സ്വീകരിക്കുക, അനുഗ്രഹിക്കുക, അയാളെ പോഷിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യത്തില് ആദരിക്കുന്ന കാര്യത്തിലൊക്കെ വിചക്ഷണ, വിചക്ഷണൻ നല്ല സമർത്ഥനാണ്. പിന്നെ എന്തിന്റെ കുറവാണ് രാമനുള്ളത് അല്ലെ? എണ്ണി 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 രാമനെ വർണ്ണിക്കുകയാണ്. എന്ന് വെച്ചാൽ ഒരു ഭരണാധികാരിക്ക്, ഒരു രാജാവിന് വേണ്ടതായിട്ടുള്ള ഏറ്റവും ഉത്തമ ഗുണങ്ങളെല്ലാം രാമനിൽ തികഞ്ഞ് വിളങ്ങുന്നു എന്ന് കാണിക്കുകയാണ്. സൽസംഗ്രഹ പ്രഗ്രഹണേ സ്ഥാനവിനിഗ്രഹസ്യ ച ആയകർമ്മണ്യുപായജ്ഞഃ സന്ദൃഷ്ടവ്യയകർമ്മവിത്. ഇപ്പോ സൽസംഗ്രഹ പ്രഗ്രഹണേ, സജ്ജനങ്ങളെ സംഗ്രഹിക്കുകയും അവരെ പ്രഗ്രഹിക്കുക, രക്ഷിക്കുകയും ചെയ്യുന്ന കാര്യത്തിലും, നിഗ്രഹസ്യ, ദുഷ്ടന്മാരെ നിഗ്രഹിക്കുന്ന കാര്യത്തിലും, സ്ഥാനവിത്ത്, വേണ്ട പോലെ യഥാസ്ഥാനം എന്ത് ചെയ്യണമെന്ന് അറിയുന്ന ആളാണ്. അപ്പൊ ആരെയൊക്കെ സജ്ജനങ്ങളെ രക്ഷിക്കണം, ഏതൊക്കെ ദുഷ്ടജനങ്ങളെ നിഗ്രഹിക്കണം എന്നൊക്കെ വേണ്ട പോലെ അറിവുള്ള ആളാണ്.
അതുപോലെ ആയകർമ്മണി ഉപായജ്ഞ. ആയകർമ്മം, ആയം എന്ന് പറഞ്ഞാൽ വരവാണ്, വ്യയം ചെലവാണ്. അപ്പൊ ആയകർമ്മണി വരുമാനമുണ്ടാക്കുന്ന കർമ്മങ്ങളിൽ, ഇൻകം ജനറേറ്റ് ചെയ്യുന്നതിൽ ഒരു രാജാവ് എങ്ങനെയാണ് തന്റെ രാജ്യത്തില് ഖജനാവില് നല്ല സമൃദ്ധി ഉണ്ടാക്കേണ്ടത്, രാജ്യത്തിന്റെ ധനസ്ഥിതി ഉയർത്തേണ്ടത്, GDP ഒക്കെ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് എങ്ങനെയാണ് എന്ന് നല്ല അറിവുള്ള ആളാണ് ആയകർമ്മണി ഉപായജ്ഞ. ഉപായം അറിയുന്നവൻ, ഉപായജ്ഞ, ഉപായം അറിയുന്നവൻ. നമ്മുടെ ഇന്നത്തെ ആൾക്കാർക്ക് അതാണ് കേരളത്തിൽ പ്രത്യേകം അറിയാത്തത് അല്ലെ. ആകെ ഒരു ആയകർമ്മേ ഉള്ളൂ, ലോട്ടറിയും മദ്യവും. പിന്നെ കുറെ നികുതി കൂട്ടുക, എല്ലാ വകുപ്പിലും നികുതി കൂട്ടുക, ജനങ്ങളെ പിഴിയുക. സന്ദൃഷ്ട വ്യയകർമ്മവിത്, വ്യയം ചെലവ്. അപ്പൊ എങ്ങനെയാണ് സന്തൃഷ്ടം, സമ്യക്കായി ദർശിച്ച് ശാസ്ത്രങ്ങൾ എങ്ങനെ പറഞ്ഞിരിക്കുന്നുവോ അതുപോലെ വേണ്ട പോലെ കാര്യങ്ങളെ കണ്ടറിഞ്ഞ് ചെലവ് ചെയ്യുന്ന ആ കർമ്മത്തിൽ വിത്താണ്. വിത്ത് എന്ന് പറഞ്ഞാൽ ജ്ഞാനിയാണ്, അറിവുള്ളവനാണ് എന്നർത്ഥം. അപ്പൊ എങ്ങനെ ചെലവ് ചെയ്യണം എന്ന കാര്യത്തിലും വളരെ പണ്ഡിതനാണ്. സന്തൃഷ്ട വ്യയകർമ്മവിത്. ഇതൊക്കെ ഭരണാധികാരികൾക്ക് വേണ്ടതാണ്, ഒരു കുടുംബം ഭരിക്കുന്നവർക്കും വേണ്ടതാണ് അല്ലെ. എന്തിപ്പോ കുടുംബം ഭരിക്കുന്നവർക്കൊന്നും അതില്ലാത്തതുകൊണ്ടാണ് എല്ലാവരും കടത്തിൽ മുങ്ങി ആത്മഹത്യ ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും അധികം ലോൺ എടുക്കുന്ന ആൾക്കാരുള്ളത്. ആവശ്യമില്ലാത്ത ലോണൊക്കെ വാങ്ങിച്ച് അവസാനം ആത്മഹത്യയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും. അപ്പോ എങ്ങനെ വ്യയം ചെയ്യണം, ആവശ്യമുള്ളത് എന്താണെന്ന് ഒന്നും അറിയാതെ. ശ്രൈഷ്ട്യം ശാസ്ത്ര സമൂഹേഷു പ്രാപ്തോ വ്യാമിശ്രകേഷു ച അർത്ഥധർമ്മൗ ച സംഗൃഹ്യ സുഖതന്ത്രോ ന ചാലസഃ. ശ്രൈഷ്ട്യം ശാസ്ത്ര സമൂഹേഷു പ്രാപ്തോ വ്യാമിശ്രകേഷു ച. ശാസ്ത്ര സമൂഹേഷു വ്യാമിശ്രകേഷു, എല്ലാ ശാസ്ത്ര സമൂഹങ്ങളിലും. അതുപോലെ വ്യാമിശ്രകം എന്ന് പറഞ്ഞാല് ശ്രേഷ്ഠവും നിന്ദ്യവുമായിട്ടുള്ളത്, അല്ലെങ്കിൽ പ്രാകൃതമായത്, അല്ലെങ്കിൽ സംസ്കൃതമായത് എന്നൊക്കെ പറയുന്നതായിട്ട് നല്ല കർമ്മങ്ങൾ. അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിലും ശ്രൈഷ്ട്യം പ്രാപ്ത, ശ്രേഷ്ഠതയെ പ്രാപിച്ചവനാണ്. എല്ലാ കർമ്മങ്ങളിലും സംസ്കാര സമ്പന്നനാണ്. അർത്ഥധർമ്മവും സംഗൃഹ്യ സുഖതന്ത്ര അലസഹ. അർത്ഥധർമ്മങ്ങളെ വേണ്ട പോലെ സംഗ്രഹിച്ച് നേടിയിട്ട് സുഖതന്ത്ര, സുഖത്തെ അനുഭവിക്കാൻ അറിയുന്നവനാണ്. അലസഹ, വെറുതെ ആലസ്യത്തിൽ സമയം കളയുന്നവനല്ല, ദിവാസ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നവൻ അല്ല, മനോരാജ്യം കാണുന്നവനല്ല, പ്രായോഗികമായി ചെയ്യേണ്ടതെല്ലാം ചെയ്ത് സുഖം അനുഭവിക്കുന്നവനാണ്. വൈഹാരികാണാം ശില്പാനാം വിജ്ഞാതാർത്ഥ വിഭാഗവിത് ആരോഹേ വിനയേ ചൈവ യുക്തോ വാരണവാജിനാം. വൈഹാരികാണാം ശില്പാനാം വിജ്ഞാത. വൈഹാരികം എന്ന് പറഞ്ഞാല് വിഹാരങ്ങളിൽ, വിഹാരം എന്ന് പറഞ്ഞാൽ ക്രീഡകള്. അപ്പൊ എല്ലാ കളികളെ കുറിച്ചും അറിവുള്ള ആളാണ്. ഏത് കളി കളിക്കാനും തയ്യാറാണ് എന്നർത്ഥം. നേരം പോക്കിന്, ആരോഗ്യത്തിനും നേരം പോക്കിനുമായിട്ട് അദ്ദേഹത്തിന് വിഹാരങ്ങളിൽ നല്ല സാമർഥ്യമാണ്. അതും വേണം അല്ലെ. വിനോദങ്ങളെ കുറിച്ചൊന്നും അറിവില്ലാതെ, കാലം പോക്കാൻ അറിയാതെ പാഴ്ജന്മങ്ങളായി ജീവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. ആകെ അറിയാവുന്നത് സീരിയൽ കാണുക അല്ലെ. ചില ആളുകൾക്ക് ആകെ അറിയാവുന്നതാണ്. ചിലര് വേറെ പല കാര്യങ്ങളിലും പരദൂഷണം പറഞ്ഞ് സമയം കളയുന്നു. അപ്പൊ വിഹാരങ്ങളിൽ വൈഹാരികാണ്. അതുപോലെ ശില്പാനം, ശില്പം എന്ന് പറഞ്ഞാൽ കരകൗശലങ്ങളാണ്, കൈകൊണ്ട് ചെയ്യാവുന്ന വാദ്യങ്ങൾ, അതുപോലെയുള്ളതായിട്ടുള്ള മറ്റ് വിനോദങ്ങൾ, കരകൗശലങ്ങൾ. അപ്പൊ അതിലൊക്കെയും വിജ്ഞാത, നല്ല അറിവുള്ള ആളാണ്. അർത്ഥവിഭാഗവിത്ത്, എല്ലാ കാര്യങ്ങളെ കുറിച്ചും, രാജ്യത്തിലെ ധനകാര്യങ്ങളെ കുറിച്ചും രാജ്യകാര്യങ്ങളെ കുറിച്ചും, ഇന്ന കാര്യങ്ങൾക്ക് എത്ര ചെലവഴിക്കണം, ഏതേത് വകുപ്പിലേക്ക് എത്രയെത്ര ധനം മാറ്റിവെക്കണം, അർത്ഥത്തെ വിഭജിക്കാൻ അറിയുന്നവൻ എന്നർത്ഥം. അതാണ് അർത്ഥവിഭാഗ വിത്ത്. ധനം വിഭജിക്കാൻ അറിയണം, പ്രയോറിറ്റികൾ അറിഞ്ഞു വേണം അല്ലെ വിനിയോഗിക്കാനായിക്കൊണ്ട്. അപ്പൊ അതൊക്കെ നല്ലതുപോലെ അറിയുന്നു. അതുപോലെ വാരണവാചിനാം ആരോഹേ വിനയേവ യുക്ത. വാരണം ആനയാണ്, വാജി കുതിരയാണ്. അതിലൊക്കെ ആരോഹണം ചെയ്യാൻ, ഇപ്പൊ ആനപ്പുറത്ത് കയറാനോ കുതിരപ്പുറത്ത് കയറാനോ ഉള്ള വിദ്യകളൊക്കെ അവരെ എങ്ങനെ നിയന്ത്രിക്കണം, അതാണ് വിനയേവ. വിനയം എന്ന് പറഞ്ഞാൽ അവയെ എങ്ങനെ
അടക്കണം, അവയെ നയിക്കണം, ആ മൃഗങ്ങളെയൊക്കെ വേണ്ട പോലെ ഒതുക്കാൻ ആനയെയും കുതിരയെയും മെരുക്കാനുള്ള വിദ്യകളൊക്കെ അദ്ദേഹത്തിന് നല്ലതുപോലെ അറിയാം. യുക്ത ഏത് ആനപ്പുറത്ത് കയറാൻ പറഞ്ഞാലും അനായാസം കയറും, ഏത് കുതിരപ്പുറത്ത് സവാരി ചെയ്യാൻ പറഞ്ഞാലും അദ്ദേഹത്തിന് പ്രയാസമില്ല. ധനുർവേദവിദാം ശ്രേഷ്ഠോ ലോകേ അതിരഥ സമ്മതഃ അഭിയാത ബൃഹത്താച സേനാനയ വിശാരദ. ധനുർവേദവിദാം ശ്രേഷ്ഠ, ധനുർവേദം അറിയുന്നവരിൽ വെച്ച് അഗ്രഗണ്യനാണ്, ഒന്നാമനാണ് രാമൻ. അല്ലെ, ശ്രീകൃഷ്ണ ഭഗവാൻ തന്റെ വിഭൂതി യോഗങ്ങൾ പറയുമ്പോ ഗീതയിൽ പറയും, ഞാൻ വില്ല് ധരിച്ചവരിൽ ഞാന് സാക്ഷാൽ ദാശരഥിയായ രാമനാണ് എന്ന്. തന്റെ വിഭൂതികളിൽ രാമനാണ് ധനുർവിദ്യയിൽ ഏറ്റവും പ്രഗത്ഭൻ. അപ്പൊ ധനുർവേദവിദാം ശ്രേഷ്ഠ ലോകേ അതിരഥ സമ്മത, ഈ ലോകത്തിൽ അതിരഥന്മാർക്ക് സമ്മതനാണ്, ബഹുമാനിതനാണ്. അതിരഥന്മാരെന്ന് പറഞ്ഞാല് മഹാരഥന്മാരെന്ന് പറഞ്ഞാൽ 10,000 ആളുകളോട് ഒന്നിച്ച് ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യാൻ കഴിവുള്ള ആളാണ് മഹാരഥൻ എന്ന് പറയാം. അതുപോലെ വലിയ സൈന്യങ്ങളുടെ കമാൻഡർ ഇൻ ചീഫുകളാണ് മഹാരഥന്മാര്. അങ്ങനെയുള്ള 10 പേരോട് ഒന്നിച്ച് യുദ്ധം ചെയ്യാൻ കഴിവുള്ളവരെയാണ് അതിരഥൻ എന്ന് പറയുക. അപ്പോ അനേക മഹാരഥന്മാരെ ഒന്നിച്ച് നേരിടാൻ പ്രാപ്തിയുള്ളവനും അവരുടെയൊക്കെ കമാൻഡർ ഇൻ ചീഫാവാൻ യോഗ്യനുമായിട്ടുള്ള ആളാണ് അതിരഥൻ. അങ്ങനെയുള്ളവർക്ക് തുല്യനാണ്, അല്ലെങ്കിൽ സമ്മതനാണ്, ബഹുമാനിതനാണ് എന്ന്. അഭിയാത, അഭിയാത എന്ന് പറഞ്ഞാല് ശത്രുക്കളെ അങ്ങോട്ട് അന്വേഷിച്ച് ചെല്ലുന്നവൻ, അവരുടെ നേർക്ക് ചെല്ലുന്നവൻ, ഭയപ്പെട്ട് നിൽക്കുന്നവനല്ല. പ്രഹർത്താച്ച്, പ്രഹരിക്കേണ്ടവരെ സമയത്ത് പൊരുതി പ്രഹരിക്കുന്നവനാണ്. സേനാനയ വിശാരദ, ആ സേനകളെ നയിക്കുന്നതിൽ വിശാരദനാണ്. അണിനിരത്തുന്നതിൽ എങ്ങനെ സൈന്യ വ്യൂഹങ്ങളൊക്കെ ചമയ്ക്കണം, ഏത് സന്ദർഭത്തില് ഏത് സൈന്യത്തോട് എങ്ങനെ നേരിടണം എന്നുള്ള കാര്യത്തിലൊക്കെ നല്ല വിശാരദനാണ് എന്ന് പറയാം. അപ്പോ ഇതൊക്കെ ക്ഷത്രിയന്മാർക്ക്, രാജാക്കന്മാർക്ക് വേണ്ട ഗുണങ്ങളാണ്. അപ്രദൃശ്യശ്ച സംഗ്രാമേ ക്രുദ്ധൈരപി സുരാസുരൈഹി, സംഗ്രാമേ ക്രുദ്ധൈഹി സുരാസുരൈഹി അപി അപ്രദൃശ്യ. സംഗ്രാമം യുദ്ധമാണ്. യുദ്ധത്തില് ക്രോധിച്ചിരിക്കുന്ന ദേവന്മാരാൽ പോലും അപ്രദൃശ്യ, അപ്രദൃശ്യൻ എന്ന് പറഞ്ഞാൽ എതിരിടാൻ കഴിയാത്തവൻ. അപ്പൊ ദേവന്മാർ പോലും ഈ രാമന്റെ നേർക്ക് നിൽക്കാൻ ധൈര്യപ്പെടില്ല എന്നർത്ഥം. ജയിക്കാൻ കഴിയാത്തവനാണ്, സമീപിക്കാൻ കഴിയാത്തവനാണ്. അനസൂയോ ജിതക്രോധോ ന ദൃപ്തോ ന ച മത്സരി ന ചാവമന്ദാ ഭൂതാനാം ന ച കാലവശാനുഗഃ. അനസൂയ, ആരുടെ നേരെയും അസൂയ, മത്സരബുദ്ധി ഇതൊന്നും ഇല്ലാത്തവനാണ്. ദൃപ്തഃ, അഹങ്കാരിയല്ല, ദർപ്പമില്ല. ഭൂതാനാം അവമന്ദാന, മറ്റ് ജീവജാലങ്ങളെയോ മനുഷ്യരെയോ അവമാനിക്കുന്നവനല്ല, പുച്ഛിക്കുന്നവനല്ല, ആരെയും ഒരു കാര്യത്തിൽ നിന്ദിക്കുന്നവനല്ല. ജിതക്രോധ, ക്രോധത്തെ ജയിച്ചവനാണ്. ആവശ്യമുള്ളിടത്ത് മാത്രം ക്രോധം പ്രയോഗിക്കുന്നവനാണ്. മത്സരീന, മറ്റുള്ളവരോട് നേരെ ദ്വേഷത്തോടെ മത്സരിക്കുന്നവനല്ല. കാലവശാനുഗഹന, കാലത്തിന് അധീനപ്പെട്ട് നടക്കുന്നവനല്ല. കാലത്തെ പോലും ജയിക്കാൻ, വെല്ലുവിളിക്കാൻ കഴിവുള്ള പൗരുഷമുള്ളവനാണ് എന്നർത്ഥം. നമ്മളൊക്കെ കാലാധീനന്മാരാണ്, അല്ലെ? നമ്മുടെ പൗരുഷത്തിന് പരിമിതിയുണ്ട്. കാലത്താൽ ബാധിക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മളൊക്കെ അവശരായി തീരും. എന്നാൽ രാമന്റെ പൗരുഷം കാലത്തെ പോലും അതിക്രമിക്കുന്നതാണ്. ഏവം ശ്രേഷ്ഠൈർഗുണൈർയുക്തഃ പ്രജാനാം പാർത്ഥിവാത്മജഃ സമ്മതസ്ത്രിഷു ലോകേഷു വസുധായാ ക്ഷമാഗുണൈഃ ബുദ്ധ്യാ ബൃഹസ്പതേസ്തുല്യോ വീര്യേണാപി ശചീപതേഃ. ഇങ്ങനെ വർണ്ണിച്ച് ഒരു കൺക്ലൂഡ് ചെയ്യാൻ വരികയാണ് രാമന്റെ ഗുണങ്ങളെ കുറിച്ച്. വർണ്ണിച്ചാൽ തീരില്ല. അപ്പൊ ഏവം ഇപ്രകാരം ശ്രേഷ്ഠൈഹി ഗുണൈഹി യുക്തഃ, ശ്രേഷ്ഠങ്ങളായ ഗുണങ്ങളെ കൊണ്ട് യോജിച്ചവനാണ്. പ്രജാനാം പാർത്ഥിവാത്മജഃ സമ്മതഃ, എല്ലാ പ്രജകൾക്കും ഈ പാർത്ഥിവാത്മജൻ രാജകുമാരൻ സമ്മതനാണ്. ത്രിഷു ലോകേഷു അപി, 3 ലോകത്തിലുള്ള ആളുകൾക്കും സമ്മതനാണ്, ബഹുമാനിതനാണ്. പ്രജകൾക്കും ക്ഷമാഗുണൈഹി, ക്ഷമയുടെ ഗുണങ്ങളെ കൊണ്ട് വസുധായാഹ, ഭൂമിദേവിക്കും ബുദ്ധ്യാ ബൃഹസ്പതേഹേ, ബുദ്ധി കൊണ്ട് ദേവഗുരുവായ ബൃഹസ്പതിക്കും വീര്യേണ ശചീപതേഹേ തുല്യഃ,
വീര്യം കൊണ്ട്, പരാക്രമം കൊണ്ട്. ശചീപതി, ശചി എന്നത് ഇന്ദ്രന്റെ ഭാര്യയുടെ പേരാണ്. അപ്പൊ ശചീപതി ആരാ? ഇന്ദ്രൻ. അപ്പൊ ഇന്ദ്രന് തുല്യനാണ് പരാക്രമം കൊണ്ട്. സമ്മത, അവർക്ക് തുല്യനായിട്ട് ശോഭിക്കുന്നവനാണ് എന്നർത്ഥം. അപ്പോൾ ക്ഷമ കൊണ്ട് ഭൂമിയോളവും, ബുദ്ധി കൊണ്ട് ബൃഹസ്പതിയോളവും, വീര്യം കൊണ്ട് ഇന്ദ്രനോളവും ആ ഒരു മഹത്വമുള്ളവനാണ്, സമ്മതനായിട്ടുള്ളവനാണ്. തദാ സർവപ്രജാകാന്തൈഃ പ്രീതി സഞ്ജനനൈഃ പിതുഃ ഗുണൈർവിരുരുചേ രാമോ ദീപ്തഃ സൂര്യ ഇവാംശുഭിഃ. അപ്പോ ആ സൂര്യനെ പോലെ, അംശുഭിഃ സൂര്യഃ ഇവ, അംശു എന്ന് പറഞ്ഞ കിരണങ്ങൾ, ആ രശ്മികളെ കൊണ്ട് സൂര്യൻ എങ്ങനെ ശോഭിക്കുന്നുവോ അതുപോലെ സൂര്യഃ അംശുഭിഃ ദീപ്തഃ ഇവ സർവപ്രജാകാന്തൈഃ, എല്ലാ പ്രജകൾക്കും മനസ്സിനെ കവരുന്ന കാന്തങ്ങളായിരിക്കുന്ന പ്രീതി സഞ്ജനനൈഃ ഗുണൈഃ രാമഃ പിതുഃ തദാ വിരുരുചേ. പ്രീതി സഞ്ചരിപ്പിക്കുന്ന, മറ്റുള്ളവർക്കൊക്കെ പ്രിയത്തെ ഉണ്ടാക്കുന്നതായിട്ടുള്ള ഗുണങ്ങളെ കൊണ്ടും രാമൻ, അതുപോലെ തന്നെ പിതുഹു, തന്റെ പിതാവായ ദശരഥന് പോലും വിരുരുചേ, വിശേഷേണ രോചിച്ചു. അപ്പൊ എല്ലാവരും ആരാധിക്കുകയാണ്. പ്രജകളെല്ലാവരും രാമന്റെ ഗുണങ്ങളെ കണ്ട് ബഹുമാനിക്കുന്നു. ഒപ്പം സാക്ഷാൽ ദശരഥൻ പോലും രാമൻ എന്ന പുത്രനെ വളരെ ആദരവോടുകൂടിയാണ് കാണുന്നത് എന്ന് താല്പര്യം. അച്ഛൻ പോലും ബഹുമാനിക്കാൻ തുടങ്ങി മകനെ. ഇവൻ എന്നേക്കാളും കേമനാണ് എന്നുള്ളത് ബോധ്യം വരാൻ തുടങ്ങി എന്നർത്ഥം. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മനസ്സില് രാമനെ രാജാവാക്കി വാഴിക്കാനുള്ളതായിട്ടുള്ള ചിന്ത ഉത്ഭവിക്കുന്നത്. അതിലേക്ക് വരികയാണ്. തമേവം ഗുണസമ്പന്നം അപ്രദൃശ്യ പരാക്രമം ലോകപാലോപമം നാദം അകാമയത മേദിനി. തം ഏവം ഗുണസമ്പന്നം, ഇപ്രകാരമുള്ള ഗുണങ്ങളെ കൊണ്ട് സമ്പന്നനായ രാമനെ, അപ്രദൃശ്യ പരാക്രമം, അദ്ദേഹത്തിന്റെ പരാക്രമം ആർക്കും എതിരിടാൻ അടുക്കാൻ പറ്റാത്ത പരാക്രമത്തോടു കൂടിയ ആ സിംഹപരാക്രമിയായ രാമനെ, ലോകപാലോപമം, ലോകപാലന്മാർക്ക് സമാനനാണ്. ലോകപാലന്മാർ എന്ന് പറഞ്ഞാല് 14 ലോകങ്ങളെയും പാലിക്കുന്ന ദേവന്മാർ, ഇന്ദ്രാദികൾ, ഇന്ദ്രൻ, വരുണൻ, വായു, അഗ്നി മുതലായവരൊക്കെ ലോകപാലന്മാരാണ്. അപ്പൊ അവർക്ക് സമാനനായിരിക്കുന്ന ലോകപാലോപമം, നാഥം, നാഥൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആശ്രയിക്കാൻ യോഗ്യൻ എന്നർത്ഥമാണ്. നാഥ്യതേ നാഥ, എല്ലാവരിലും ആശ്രയിക്കപ്പെടുന്നവനായിട്ടുള്ള ആ രാമനെ അകാമയത മേദിനി, മേദിനി അകാമയത, ഭൂമി പോലും കാമിച്ചു. എന്തായിട്ട്? ഭൂമിയുടെ ഭർത്താവാണ് രാജാവ്. ഭൂമിയെ ഭരിക്കുന്നവൻ രാജാവ്, ഭൂമിയുടെ ഭർത്താവിന്റെ സ്ഥാനമാണ്. അപ്പൊ ഭൂമിദേവി തന്റെ ഭർത്താവായി വരാൻ, തന്റെ രക്ഷകനായി വരാൻ, രാജാവായി വരാൻ ഭൂമി പോലും കാമിച്ചു, പ്രാർത്ഥിച്ചു. യഥാർത്ഥത്തിൽ ഭൂമിയുടെ ഭർത്താവ് തന്നെയല്ലേ വിഷ്ണു, അല്ലേ? ആ വിഷ്ണു തന്നെയാണ് ഇവിടെ രാമനായിട്ട് വന്നത്. അപ്പൊ ലക്ഷ്മിയായ സീതയെ ബാലകാണ്ഡത്തിൽ രാമൻ സ്വന്തമാക്കി. അവിടെ ലക്ഷ്മിയാണ് സീത. ആ ലക്ഷ്മി ദേവിയായ സീത ബാലകാണ്ഡത്തിൽ രാമൻ സ്വന്തമാക്കി കഴിഞ്ഞു. ഇവിടെ മറ്റൊരു പത്നിയാണ്, വിഷ്ണുവിന്റെ മറ്റൊരു പത്നിയാണ് ഭൂമി. ആ ഭൂമി രാമനെ തന്റെ ഭർത്താവായി കിട്ടാൻ, തന്റെ രക്ഷകനായി, നാഥനായി, രാജാവായി കിട്ടാനായിട്ട് കാമിക്കുന്നു എന്നാണ്. അപ്പോ ആ ഭൂമിയെ ജയിക്കുന്ന, ഭൂമിയുടെ മനസ്സിനെ ആകർഷിക്കുന്ന ആ ഗുണങ്ങളെല്ലാം തികഞ്ഞ് ഭൂമി ഭർത്താവായി തീരുകയാണ് രാമൻ എന്ന് പറയണം. ഏതൈസ്തു ബഹുഭിർയുക്തം ഗുണൈരനുപമൈസ്തുതം ദൃഷ്ട്വാ ദശരഥോ രാജാ ചക്രേ ചിന്താം പരന്തപഃ. ഏതൈഹി ബഹുഭിഹി ഗുണൈഹി അനുപമൈഹി യുക്തം സുതം ദൃഷ്ട്വാ. ഇങ്ങനെയുള്ളതായിട്ടുള്ള അനുപമങ്ങളായ, താരതമ്യമില്ലാത്ത ഏറ്റവും ശ്രേഷ്ഠങ്ങളായ ഗുണങ്ങളോട് യുക്തനായിരിക്കുന്ന രാമനെ, പുത്രനെ കണ്ടിട്ട് ദശരഥോ രാജ, ആ ദശരഥനായ രാജാവ് പരന്തപ, അദ്ദേഹം ശത്രുക്കളെയൊക്കെ തപിപ്പിക്കുന്ന പരാക്രമിയാണ്. അങ്ങനെയുള്ള ശത്രുഞ്ജയനായ ദശരഥൻ ചിന്താം ചക്രേ എന്ന് പറഞ്ഞ ചിന്തയെ ചെയ്തു, ആലോചന തുടങ്ങി എന്നർത്ഥം. ഇങ്ങനെ ചിന്തിച്ചു, തന്റെ മകനെ രാജാവാക്കാനായിട്ട് ചിന്തിക്കാൻ ആരംഭിക്കുന്നു. അദരാജ്ഞോ ബഭൂവൈഭം വൃദ്ധസ്യ ചിരജീവിനഃ പ്രീതിരേഷാ കഥം രാമോ രാജാസ്യാന്മയ ജീവതി. അദരാജ്ഞോ ബഭൂവൈഭം വൃദ്ധസ്യ ചിരജീവിനഃ.
അത് ചിരജീവിനഃ വൃദ്ധസ്യ രാജ്ഞഃ. വളരെ കാലമായി ജീവിച്ചു, അദ്ദേഹം ചിരം ജീവിച്ച ആളാണ്, ഒരുപാട് വയസ്സായ ആളാണ് ദശരഥൻ, വൃദ്ധനാണ്. ആ വൃദ്ധനായ രാജാവിന് ഏവം ബഭൂവ, ഇങ്ങനെ മനസ്സിൽ ഭവിച്ചു. അദ്ദേഹത്തിന്റെ ചിന്തയാണ്, എന്താ ചിന്ത? മയി ജീവതി രാമ രാജാ സ്യാത് കഥം ഏഷാ പ്രീതി. മയി ജീവതി, ഞാൻ ജീവിച്ചിരിക്കേ തന്നെ എന്നർത്ഥം. അപ്പൊ ഞാൻ ജീവനോടിരിക്കുമ്പോ തന്നെ രാമ രാജാ സ്യാത്, രാമൻ രാജാവായി ഭവിക്കേണ്ടതാണ്, രാമനെ രാജാവായി കാണണം. കഥം, എന്തുകൊണ്ട് അപ്രകാരം ചെയ്യാതിരിക്കണം? ഉടനെ തന്നെ ചെയ്യണം എന്ന് മനസ്സിൽ സങ്കല്പിക്കണം. ഏഷാ പ്രീതി, ഇത് തന്നെയാണ് എനിക്ക് ഏറ്റവും മനസ്സിന് പ്രീതികരമായിരിക്കുന്നത്. അപ്പൊ രാമനെ രാജാവായി കാണുന്നതാണ് എന്റെ ജീവിതത്തിൽ ഇനി ഏറ്റവും എനിക്ക് സാധിക്കാനുള്ള ഏറ്റവും വലിയൊരു സ്വപ്നം എന്നതുപോലെ എനിക്ക് ഏറ്റവും അതിൽ സന്തോഷം ഉണ്ടാകുന്നു. അങ്ങനെ അദ്ദേഹം മനോരാജ്യം കാണുകയാണ് രാമനെ രാജാവായിട്ട്. അതാണ് അവിടുത്തെ ഏഷാഹ്യസ്യ പരാ പ്രീതി ഹൃദി സംപരിവർത്തതേ കഥാ നാമസുതം ദ്രക്ഷ്യാമി അഭിഷിക്തം അഹം പ്രിയം. അഹം ഹി കഥാ നാമ പ്രിയം സുതം അഭിഷിക്തം ദ്രക്ഷ്യാമി. അദ്ദേഹം ചിന്തിക്കുകയാണ്, അഹം ഹി, ഞാന് കഥാനാമ, കഥ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് എന്നർത്ഥം, എപ്പോഴാണാവോ പ്രിയം സുതം അഭിഷിക്തം ദ്രക്ഷ്യാമി, എന്റെ പ്രിയപുത്രനെ അഭിഷിക്തനായി രാജാവായി കാണാൻ കഴിയുക. എനിക്ക് ഏറ്റവും വേഗം അവനെ രാജാവായി കാണണം എന്നുള്ള അദ്ദേഹത്തിന്റെ ആ ചിന്ത തീവ്രമാവുകയാണ്. ഏഷാ പരാപ്രീതി അസ്യ ഹൃദി സംപരിവർത്തതേ. ഈ ഒരു കാര്യത്തിൽ പരമമായ പ്രീതി, അത്യന്തം താല്പര്യം ഈ രാജാവായ ദശരഥന്റെ ഉള്ളിലെ അസ്യ ഹൃദി സംപരിവർത്തത, അതിങ്ങനെ പരിവർത്തിച്ചുകൊണ്ടിരിക്കണം, ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം. എപ്പോ എന്താണ്, ഏത് സമയത്തും അദ്ദേഹത്തിന്റെ മനസ്സ് ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, രാമനെ രാജാവായി കാണാൻ. വൃദ്ധികാമോ ഹി ലോകസ്യ സർവഭൂതാനുകമ്പനഃ മത്ത പ്രിയതരോ ലോകേ പർജന്യ ഇവ വൃഷ്ടിമാൻ. ഇനി ദശരഥൻ തന്റെ മകനെ വിലയിരുത്തുകയാണ്. ഇത്രയും നേരം വാൽമീകിയുടെ വചസ്സുകളാണ് നമ്മൾ കേട്ടത്, രാമനെ കുറിച്ചിട്ടുള്ള ഗുണഗണങ്ങള്. ഇനി സ്വയം അച്ഛനായ ദശരഥൻ മകനെ എങ്ങനെയൊക്കെയാണ് വിലയിരുത്തുന്നത് നോക്കാം. വൃഷ്ടിമാൻ പർജന്യൈവ സർവഭൂതാനുകമ്പനഃ ലോകസ്യ വൃദ്ധികാമഃ ലോകേ മത്തഃ പ്രിയതരഃ. തന്റെ മകനെ കുറിച്ച് പറയണ്, വൃഷ്ടിമാൻ പർജന്യൈവ സർവഭൂതാനുകമ്പനഃ. വൃഷ്ടിമാൻ എന്ന് പറഞ്ഞാൽ മഴ പെയ്യുന്നവനായ പർജന്യൻ. പർജന്യൻ എന്നാൽ ഇന്ദ്രൻ, മഴ പെയ്യിക്കുന്ന ദേവനാണ്. അപ്പൊ മഴ പെയ്യിക്കുന്ന ഇന്ദ്രനെ പോലെ സർവഭൂതാനുകമ്പനഃ, എല്ലാ ഭൂതങ്ങളുടെ സകല പ്രാണികളുടെയും നേരെ അനുകമ്പയുള്ളവനാണ് ഈ രാമൻ. എല്ലാവരെയും ഒരുപോലെ. എങ്ങനെയാണോ മഴ പെയ്യുന്നത്? അനുകമ്പ കൊണ്ടാണ്, അല്ലെ? നമ്മളോടൊക്കെയുള്ള നമ്മുടെയൊക്കെ പ്രാണൻ നിലനിൽക്കുന്നത് ജലം കൊണ്ടാണ്. നമ്മുടെ പ്രാണജലമാണ്. അപ്പൊ നമ്മള് മഴ പെയ്തില്ലെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്താവും? എല്ലാം മരിച്ചു പോകും, അല്ലെ? ഒരാള് മോഹാത്സ്യപ്പെട്ട് വീണാൽ ഒരു തുള്ളി വെള്ളം തെളിച്ചാൽ മതി അവൻ ഉണരാനായിട്ട്. അപ്പൊ ആ വെള്ളത്തിന്റെ ശക്തി ഒന്ന് ആലോചിക്കുക. അപ്പൊ ആ വെള്ളത്തെ ഇങ്ങനെ സമൃദ്ധമായിട്ട് നമുക്ക് പെയ്തു തരുന്നത് ആരാ? ആ ഇന്ദ്രനാണ്. അദ്ദേഹത്തിന് എല്ലാ ജീവജാലങ്ങളോടുള്ള അനുകമ്പ കൊണ്ടാണ്. അപ്പൊ അതുപോലെ രാമനും തന്റെ പ്രജകളോട് മുഴുവൻ അനുകമ്പയുള്ളവനാണ്. ലോകസ്യ ഹി വൃദ്ധികാമഃ, ഈ ലോകത്തിന്റെ അഭിവൃദ്ധിയിൽ ആഗ്രഹമുള്ളവനാണ്. എല്ലാവരും സുഖികളായും വൃദ്ധികളായും ഭവിക്കണമെന്ന് രാമൻ കാമിക്കുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകണമെന്ന് രാമൻ എപ്പോഴും സങ്കല്പിക്കുന്നു. ലോകേ മത്തഃ പ്രിയതരഃ. ദശരഥൻ വിലയിരുത്തി, ഈ ലോകത്തില് മത്തഃ, എന്നേക്കാൾ പ്രിയതരഃ, ഇവൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി മാറിയിരിക്കുന്നു. ഇപ്പൊ ജനങ്ങളൊക്കെ രാമനെ കുറിച്ച് സംസാരിക്കുന്നുള്ളൂ. ദശരഥനെ എല്ലാവരും പതുക്കെ മറക്കാൻ തുടങ്ങുന്നു. ദശരഥനെ രാമനുമായി താരതമ്യം ചെയ്ത് ചെറുതാക്കി പറയാൻ തുടങ്ങിയിരിക്കുന്നു. അതൊക്കെ ഇനി വരാനിരിക്കുന്നു. മന്ത്രിമാര് തന്നെ ദശരഥനോട് ഇനി പറയാനിരിക്കുന്നുണ്ട്. അങ്ങയെക്കുറിച്ച് പ്രജകൾ രാമനോട് താരതമ്യം ചെയ്ത് രാമനെ വളരെ ശ്രേഷ്ഠനായും അങ്ങ് അതിൽ വളരെ കുറഞ്ഞവനായിട്ടുമാണ് ജനങ്ങൾ കരുതുന്നത് എന്ന് അവര് മന്ത്രിമാര് സത്യം തുറന്നു പറയുന്നുണ്ട്. അപ്പൊ പിന്നെ ദശരഥന് യാതൊരു സംശയമില്ല, തന്റെ മകൻ എലിജിബിൾ ആണ് രാജ്യത്തിന് എന്നുള്ളതിന്. അപ്പൊ അങ്ങനെ ചിന്തിക്കുകയാണ്, ഇവൻ എന്നേക്കാൾ കേമനാണല്ലോ. ലോകേ മത്തഃ പ്രിയതരഃ, എന്നേക്കാൾ പ്രിയതമനാണ്. യമശക്രമ
യമശക്രസമോ വീര്യ ബൃഹസ്പതി സമോ മതൗ മഹീധര സമോ ധൃത്യ മത്തശ്ച ഗുണവത്തരഃ. യമ ശക്രസമഃ വീര്യ, വീര്യത്തിൽ പരാക്രമത്തിൽ യമനും ശക്രനും സമാനമാണ്. യമൻ എന്നാൽ മൃത്യുദേവൻ. അദ്ദേഹത്തിന്റെ പരാക്രമം ഒരിക്കലും വെറുതെ ആവില്ല. അദ്ദേഹം എവിടെ ദണ്ഡം പ്രയോഗിക്കുന്നോ അത് ഉറപ്പായിട്ടും അവരുടെ കാര്യം കഴിഞ്ഞു. അപ്പൊ യമനെ പോലെയോ ശക്രൻ അഥവാ ഇന്ദ്രനെ പോലെയോ വീര്യമുള്ളവരാണ്. അതുപോലെ ബൃഹസ്പതി സമോ മതൗ, മതി ബുദ്ധി, ബുദ്ധിയിലെ ദേവഗുരുവായ ബൃഹസ്പതിക്ക് തുല്യനാണ്. മഹീധര സമോ ധൃത്യ, ധൃതി എന്നാൽ ധൈര്യം, സ്ഥൈര്യം, ഉറപ്പ്. അത് മഹീധരം എന്നാൽ പർവ്വതം. അപ്പൊ പർവ്വതത്തെ പോലെ നല്ല ധൈര്യവും സ്ഥൈര്യവും ഉള്ളവനാണ്. മത്തശ്ച ഗുണവത്തരഃ, എന്നേക്കാൾ ഗുണങ്ങളെ കൊണ്ട് ശ്രേഷ്ഠനാണ്. വത്തഹ എന്ന് പറഞ്ഞാൽ എന്നേക്കാൾ എന്നർത്ഥം. അപ്പൊ എന്നേക്കാൾ എല്ലാ ഗുണങ്ങളും മെച്ചമുള്ളവനാണ്. മഹീം മഹിമമ മഹീം അഹമിമാം കൃഷ്ണാം അതിതിഷ്ഠന്തമാത്മജം അനേന വയസാ ദൃഷ്ട്വാ യഥാ സ്വർഗമവാപ്നുയാം. മഹീം അഹം ഇമാം കൃഷ്ണ അതിതിഷ്ഠന്തം ആത്മജം അനേന വയസാ ദൃഷ്ട്വാ യഥാ സ്വർഗമവാപ്നുയാം. അദ്ദേഹം ചിന്തിക്കുകയാണ്, അഹം അനേന വയസാ, ഞാനിപ്പോ ഈ വയസ്സിൽ ഈ പ്രായത്തിൽ തന്നെ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ ആത്മജം എന്റെ പുത്രനെ ഇമാം മഹി ഈ ഭൂമിയെ കൃഷ്ണ മുഴുവൻ ഭൂമിയെയും അധിഷ്ഠന്തം ദൃഷ്ടുവ അധിഷ്ഠാനം ചെയ്യുന്നവനായിട്ട് അതിന്റെ മുഴുവൻ അധിപതിയായിരിക്കുന്നവനായിട്ട് കണ്ടിട്ട് യഥാ സ്വർഗമവാപ്നുയാം, എപ്രകാരമാണ് എനിക്ക് സ്വർഗം പ്രാപിക്കാൻ കഴിയുക എന്ന് വെച്ചാൽ മകനെ രാജാവായി കണ്ടിട്ട് വേണം ഈ ഒരു സന്തോഷത്തോടുകൂടെ ഇങ്ങനെ തന്നെ എനിക്ക് വേഗം സ്വർഗം പ്രാപിക്കാൻ എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ചിന്ത രാമനെ കുറിച്ചിട്ടുള്ള മഹത്വങ്ങളെ കുറിച്ച് ചിന്തിച്ച് ഇനി അദ്ദേഹം തന്റെ മന്ത്രിമാരെയൊക്കെ വിളിച്ചുകൂട്ടും. മന്ത്രിമാരെ ആദ്യം വിളിച്ചുകൂട്ടുന്നു, അവരുമായിട്ട് ചർച്ച ചെയ്യുന്നു. പിന്നെ പ്രജാപ്രമുഖരുണ്ട്, എല്ലാ വിഭാഗത്തിലും പെട്ടതായിട്ടുള്ള റെപ്രസെന്റേറ്റീവ്സ്. നമ്മുടെ പാർലമെന്റ് പോലെ വിപുലമാണ് ദശരഥന്റെ രാജധാനിയിലെ സഭ. അതിൽ ഓരോ ജാതിക്കാർക്കും റെപ്രസെന്റേഷൻ ഉണ്ട്, ഓരോ ദേശക്കാർക്കും റെപ്രസെന്റേഷൻ ഉണ്ട്. ഏറ്റവും നമ്മൾ താഴ്ന്നവര് എന്ന് വിചാരിക്കുന്ന പ്രാകൃതര്, നിഷാദര്, ആദിവാസികൾ, അങ്ങനെ ഏതൊക്കെ വിഭാഗങ്ങളുണ്ടോ, കൃഷിക്കാർ, എല്ലാവർക്കും റെപ്രസെന്റേഷൻ ഉണ്ട്. അവരെയൊക്കെയാണ് പ്രകൃതികൾ എന്ന് പറയാം. പ്രകൃതി എന്ന് പറഞ്ഞാല് രാജ്യസഭയില് അംഗങ്ങളായിരിക്കുന്നവർ, നമ്മുടെ MLA-മാര് MP എന്നൊക്കെ പറയും പോലെയുള്ള സ്ഥാനമാണത്. അപ്പൊ അവരെയൊക്കെ വിളിച്ചു കൂട്ടുകയാണ്, എല്ലാവരുടെയും അഭിപ്രായം ആരായുകയാണ് ദശരഥൻ. അതിലേക്ക് നമുക്ക് നാളെ പോകാം. അപ്പോ ഇത്രയും ഇന്ന് രാമന്റെ മാഹാത്മ്യം, രാമന്റെ ഗുണഗണങ്ങൾ, അത് വാൽമീകിയുടെ വാക്കുകളെ കൊണ്ടും സാക്ഷാൽ ദശരഥന്റെ വാക്കുകളെ കൊണ്ടും നമ്മൾ കാണുകയായിരുന്നു. കഥ ആരംഭിക്കുന്നത് നാളെയാണ് അല്ലെ. കഥയിലേക്ക് എന്ന് പറഞ്ഞാൽ അഭിഷേകത്തെ കുറിച്ചിട്ടുള്ള ആലോചന അത് ആരംഭിക്കുന്നത് നാളെ ഉള്ള ഭാഗത്തിലാണ്. അവിടെയും ഈ മന്ത്രിമാർക്കും എല്ലാവർക്കും പറയാനുള്ളത് രാമന്റെ ഗുണഗണങ്ങൾ തന്നെയാണ്. അപ്പൊ എത്രയോ പ്രാവശ്യം ആവർത്തിക്കുകയാണ് ഈ ശ്രീരാമന്റെ ഗുണഗണങ്ങളെ കുറിച്ച് എന്ന് പറയാം. നമ്മുടെ ഉള്ളില് ഉറക്കട്ടെ ആ രാമന്റെ ഈ ഗുണങ്ങളെല്ലാം, എന്നിട്ട് ആ രാമൻ നമ്മളെ പ്രചോദിപ്പിക്കട്ടെ. രാമനെ മാതൃകയാക്കാനായിട്ട് രാമന്റെ വഴിക്ക് സഞ്ചരിക്കാനുള്ള ധൈര്യം നമുക്ക് ഉണ്ടാവട്ടെ. അതാണ് രാമായണ ഉപാസനയുടെ ആ ഒരു പ്രയോജനം എന്ന് പറയുന്നത്. നമുക്ക് ഈ വരുന്ന ദിവസങ്ങളിൽ 31 ദിവസവും കർക്കിടക മാസം ഈ രാമായണ ഉപാസന തുടരാം. നമുക്ക് ഇന്ന് സമർപ്പിക്കാം. ഓം പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണ കുംഭകർണ നിധനം ഏതദ്ധി രാമായണം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായാഃ പതയേ നമഃ. ശ്രീരാഘവം ദശരഥാത്മജമപ്രമേയം സീതാപതിം രഘുകുലാന്മയരത്നദീപം
ആജാനുബാഹുമരവിന്ദദളായതാക്ഷം രാമം നിശാചര വിനാശകരം നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വമരോഗത അജാഡ്യം വാക്പടുത്വം ച ഹനുമത് സ്മരണാത് ഭവേത്. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീ രാമചന്ദ്ര സ്വാമിനേ നമഃ. ഓം ശ്രീ ആഞ്ജനേയ സ്വാമിനേ നമഃ. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. പ്രസാദമുണ്ട്, വാങ്ങിച്ചിട്ട് നോക്കോളൂ. നാളെ 6 മണിക്ക് മുമ്പ് തന്നെ ആരംഭിക്കാം. എല്ലാവരും വരിക. ഹരി ഓം. ആരെങ്കിലും താല്പര്യമുള്ളവരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് വരിക, അല്ലെങ്കിൽ ആളുകളിൽ താല്പര്യം ഉണ്ടാക്കുക. അല്ലേ? വാൽമീകി രാമായണം കേൾക്കാനുള്ള ഒരു അപൂർവമായ ഒരു അവസരമാണെന്ന് പറഞ്ഞു മനസ്സിലാക്കുക. എന്തെങ്കിലും പറയാനുണ്ടോ കാശി? എന്തെങ്കിലും പറയാനുണ്ടോ? ശരി, അത് വേണം. ശ്രീരാം ജയറാം ജയ ജയറാം. കർക്കിടക മാസം രാമായണ മാസമായി ആചരിക്കുന്നതിന്റെ ഫലമായി ഇന്ന് 1-ാം തീയതി വിപുലമായ ആഘോഷത്തോടുകൂടി ആഘോഷിക്കുകയാണ്. അതിന്റെ ഫലമായി വൈകുന്നേരം വാൽമീകി രാമായണത്തിലെ അയോധ്യാകാന്ഡം അവതരിപ്പിച്ച ദയാനന്ദാശ്രമം മഠാധിപതി സ്വാമിജി കൃഷ്ണാത്മാനന്ദജി അവർക്ക്, സരസ്വതി അവർക്ക് ശ്രീ ആഞ്ജനേയ സേവാ സമിതിയുടെ ഒരു ഉപഹാരം സമിതിയുടെ അധ്യക്ഷൻ ശ്രീ ഹരിയേട്ടൻ നൽകുന്നതായിരിക്കും. ഉപഹാരമല്ലല്ലോ, പ്രസാദമല്ലേ? എല്ലാവർക്കും കൊടുക്കാനുള്ള പ്രസാദം അല്ലേ? എനിക്ക് ഉപഹാരമായിട്ട് തന്നെ ഞാൻ സ്വീകരിക്കാൻ വന്ന മുഴുവൻ ശ്രോതാക്കൾക്കും ശ്രീ ആഞ്ജനേയ സേവാ സമിതിയുടെ പേരിൽ പൂർണ്ണമായ നന്ദി. ഹരി ഓം. അപ്പൊ എല്ലാവരെയും നാളെ കാണാം. ഹരി ഓം.